ഏത് മുസ്ലിമീങ്ങളും പാലിക്കേണ്ട നിയമമാണ്. അനാവശ്യമായ തർക്കം അത് കൽബ് മരിപ്പിച്ചു കളയും, കൽബിനെ മരിപ്പിച്ചു കളയും, കൽബിന് രോഗമുണ്ടാക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മുമ്പ് ഒരു കൗമും നശിച്ചിട്ടില്ല ഇല്ല ഊതുൽ ജദൽ, തർക്കിച്ചിട്ടല്ല, തർക്കത്തിലാണ് ആളുകൾ നശിച്ചുപോയത് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ഉണ്ടാവും, അവർ ഹക്ക് സ്വീകരിക്കാൻ, സത്യം മനസ്സിലായി സ്വീകരിക്കാൻ തയ്യാറുള്ള ആളുകളായിരിക്കും. അവരോട് മനസ്സിലാകും എന്ന് തോന്നുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക, മിതമായ രൂപത്തിൽ അവരോട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. പക്ഷെ ചില ആളുകൾ ഉണ്ടാവും, അവരുടെ ഉദ്ദേശം തർക്കം മാത്രമായിരിക്കും. അത് ബുദ്ധിയുള്ള ആളുകൾ പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനത്തെ ആളുകൾ ഇവർ പഠിക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല, ജയിക്കാൻ വേണ്ടി പറയുന്നതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയയിൽ ഗ്രൂപ്പുകളിലൊക്കെ ജനങ്ങൾ തർക്കിക്കുന്നത് പോലെ അധികം ജയിക്കാൻ വേണ്ടിയാണ്, വെറുമല്ല. ആളുകളുടെ മുന്നിൽ ഞാൻ തോൽക്കരുത് എന്ന് മാത്രമായിരിക്കും അവരുടെ വിചാരം. അങ്ങനെയുള്ളവരോട് തർക്കിച്ചിട്ട് യാതൊരു കാര്യം നമ്മൾ കണ്ടുകൊടുക്കാം. بسم الله الرحمن الرحيم الحمد لله رب العالمين صلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين أما بعد سورة الكهف تفسيرنا بالبرن والنذر الله رب العالمين അപരിചിതരായിരുന്ന ആ 7 പേരെ അള്ളാഹു തൗഹീദിന്റെ പേരിൽ, അവന്റെ ദീനിന്റെ പേരിൽ ഒരുമിപ്പിച്ചു. അവർ ആ രാജാവിന്റെ മുന്നിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ ആ നാട്ടിൽ ദീൻ അനുസരിച്ച് ജീവിക്കാൻ കഴിയില്ല, കൊല്ലപ്പെടുമെന്ന് വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഗുഹയിൽ അഭയം തേടാൻ അവർക്ക് തോന്നിച്ചു കൊടുത്തു. അങ്ങനെ അവരവിടേക്ക് കയറി. അള്ളാഹു അവർക്ക് ഉറക്കം കൊടുത്തു. അള്ളാഹു പറയുകയാണ് ആ ഗുഹയിലെ അവരുടെ താമസത്തെക്കുറിച്ച്, وترى الشمس إذا طلعت تزاور عن كهفهم ذات اليمين وإذا غربت تقرضهم ذات الشمال وهم في فجوة منه ذلك من آيات الله من يهدي الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا. അത്ഭുതകരമായി അള്ളാഹു അവരെ ആ ഗുഹയിൽ സംരക്ഷിക്കുകയാണ്. സൂര്യനെ നിനക്ക് കാണാം, ഇദാ തലഅത്, അത് ഉദിച്ചാൽ, തസാവറ അൻ കഹ്ഫിഹിം ദാതൽ യമീൻ, അവരുടെ ഗുഹയിൽ നിന്നത് വലതുഭാഗത്തേക്ക് നീങ്ങിപ്പോകും. വൈദാ ഗറബത്, സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത്, തഖ്റിദുഹും ദാത ശിമാൽ, അവരെ വിട്ടത് ഇടതുഭാഗത്തേക്ക് പോകും. വഹും, അവരാകട്ടെ ഫീ ഫജ്വത്തിൻ മിൻ, ആ ഗുഹയുടെ ഉള്ളിൽ വിശാലമായ ഒരു സ്ഥലത്താണ് എന്ന് പറഞ്ഞാൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, هذا دليل على أن باب هذا الكهف من نحو الشمال. ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാം അവരുടെ ഗുഹ ഷമാലിലായിരുന്നു, ഷമാലിന് വടക്കു ഭാഗത്തായിരുന്നു. അതുകൊണ്ടാണ് ഉദിക്കുന്ന സമയത്ത് വലതുഭാഗത്തും അസ്തമിക്കുന്ന സമയത്ത് ഇടതുഭാഗത്തുമാണ് അവരുടെ ഗുഹയുടെ സംബന്ധിച്ച് സൂര്യനാകുന്നത്. എന്ന് പറഞ്ഞാൽ കടുത്ത ചൂട് അവർക്ക് ബാധിക്കുകയില്ല. എന്നാൽ ഏറ്റവും നല്ല നിലക്ക് സൂര്യപ്രകാശവും വായുവും അവരുടെ ഗുഹയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കൊണ്ടുപോവുകയും ചെയ്തു. അതാണ് അള്ളാഹു പറഞ്ഞത്, ദാലിക മിൻ ആയാത്തില്ലാഹ്, ഇത് അള്ളാഹുവിന്റെ ആയത്തുകളിൽപ്പെട്ടതാണ്, അവന്റെ തെളിവാണിത്. അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അവൻ ഉദ്ദേശിക്കുന്നവർ അവൻ സംരക്ഷിക്കും, അവൻ ഉദ്ദേശിക്കുന്നവൻ അവൻ കാത്തുരക്ഷിക്കും. മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ്, മൻ യഹ്ദില്ലാഹു, ആർക്കാണോ അള്ളാഹു ഹിദായത്ത് കൊടുത്തത്, ഫഹുവൽ മുഹ്തദ്, അവനാണ് നേർമാർഗത്തിലായത്. വമൻ യുദ്ലിൽ, ആരെ അള്ളാഹു ദലാലത്തിലാക്കിയോ, ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ, അവന് മുർഷിദായ ഒരു വലിയനെ നിനക്ക് കാണാൻ കഴിയില്ല. അവനെ സന്മാർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു വലിയ, അവന്റെ ഒരു രക്ഷാധികാരിയെ കാണാൻ നിനക്ക് സാധ്യമല്ല. ഐ ഹുവല്ലദീ അർശദ ഹൗലാഇൽ ഫിത്യ ഇലൽ ഹിദായത്തി മിൻ ബൈനി ഖൗമിഹിം, അതാ ദലാലത്തിലായിരുന്ന ഒരുപാട് ആളുകൾക്കിടയിൽ അള്ളാഹു ഈ ചെറുപ്പക്കാർക്ക് ഹിദായത്ത് കൊടുത്തു. അള്ളാഹു അവന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോയി. ഫഇന്നഹു മൻ ഹദാഹു അല്ലാഹു ഇഹ്തദാ വമൻ അദല്ലഹു ഫലാ ഹാദിയ. നമുക്ക് ഒരുപാട് ആളുകൾ അവരെല്ലാം ദലാലത്തിലാണ്, അവരൊരുപാടുണ്ട്. പക്ഷെ അതുകൊണ്ട് അത് ശരിയായോ? ഇല്ല, ഇവർ കുറച്ചുപേരേ ഉള്ളൂ. പക്ഷെ അതാണ് ഹഖ്. അൽ ഹഖു എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ജമാഅ, അവസാന കാലത്ത് രക്ഷപ്പെടുന്നവരെ ഒരു കക്ഷിയെ കുറിച്ച് പറഞ്ഞത് അൽ ജമാഅ. സഹാബത്ത് അതിനെ വിശദീകരിച്ചത് അൽ ജമാഅതു മാ വാഫഖൽ ഹഖ വഇൻ കുൻത വഹ്ദക.
അത് സത്യത്തോട് യോജിച്ച കക്ഷിയാണത്. നീ ഒറ്റക്കായിരുന്നു, നീ ഒരാളായിരുന്നു. അള്ളാഹു അവന്റെ കിതാബിൽ പഠിപ്പിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്തിൽ പഠിപ്പിച്ചത്, സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ ആ മാർഗത്തിലാണ് നീയെങ്കിൽ നീ ഹക്കിലാണ്. ലോകത്തെല്ലാവരും നിനക്കെതിരായാലും ശരി, അള്ളാഹു ഉദ്ദേശിച്ചാൽ അവന്റെ ഹിമായ, അവന്റെ സംരക്ഷണം നിനക്ക് കിട്ടിയാൽ പിന്നെ നിനക്ക് എന്താണ് വേണ്ടത്? അത് അള്ളാഹു പറയുകയാണ്. അവരുടെ മറ്റൊരു പ്രത്യേകത, وتحسبهم أيقاظا وهم رقود ونقلبهم ذات اليمين وذات الشمال وكلبهم باسط ذراعيه بالوصيد لو اطلعت عليهم لوليت منهم فرارا ولملئت منهم رعبا. അള്ളാഹു പറയുകയാണ്, وتحسبهم, നീ അവരെ കുറിച്ച് വിചാരിക്കും, ഐഖാദ, അവർ ഉണർന്നിരിക്കുകയാണ്, വഹും, അവരാകട്ടെ റുഖൂദ്, ഉറങ്ങുന്നവരാണ്. എന്താണ് അത്ഭുതകരമായിരുന്ന അവരുടെ ഉറക്കം എന്ന് പറഞ്ഞാൽ, അവർ ഈ വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ അവർ ഉറങ്ങിയത് എങ്ങനെയാണ്? കണ്ണുകൾ തുറന്നിട്ടാണ്. തഹ്സബുഹും ഐഖാദൻ വഹും റുഖൂദ്, നീ അവരെ കണ്ടാൽ അവർ ഉണർന്നിരിക്കുകയാണെന്ന് വിചാരിക്കും. വഹും റുഖൂദ്, അവരാകട്ടെ ഉറങ്ങുകയാണ്. എന്തുകൊണ്ടാണത്? അതായത് കണ്ണുകൾ തുറന്നിട്ടുറങ്ങിയാൽ വേഗം കണ്ണുകൾ അടച്ച് ഇത്രയും കാലം ഉറങ്ങിയാൽ കണ്ണുകൾ നശിച്ചു പോകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സംരക്ഷിക്കാൻ, കണ്ണുകൾ അവർക്ക് തുറക്കാനാണ്, അങ്ങനെയാണ് അള്ളാഹു തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ഇബ്നു കസീർ പറയുകയാണ്, ചില ജന്തുക്കൾ ഇങ്ങനെയാണ്, അഥവാ ചെന്നായ, അതിന്റെ ഉറക്കത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ, ഒരു കണ്ണ് തുറക്കും, ഒരു കണ്ണ് അടക്കും, അങ്ങനെയാണ് അത്ര തുറന്നത്. കുറച്ചു നേരം കഴിയുമ്പോൾ അത് തുറക്കും, ഇതടക്കും, ഇങ്ങനെ. അള്ളാഹുവിന്റെ ഹിക്മത്താണ്. ഇങ്ങനെയാണ് അത്ര ഈ ആളുകൾ, ഇവർ അള്ളാഹു ഉറക്കിയത് ഇങ്ങനെ. تحسبهم أيقاظا وهم رقود ونقلبهم ذات اليمين وذات الشمال ونقلبهم, നാം അവരെ മറിച്ചിട്ടു, ذات اليمين وذات الشمال, വലത്തോട്ടും ഇടത്തോട്ടും, വലത്തോട്ടും ഇടത്തോട്ടും അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അവരെ മറിച്ചിട്ടു. നമുക്ക് സാധാരണ അവർ ചെയ്യുന്ന പ്രവൃത്തിയാണിത്, പക്ഷെ അള്ളാഹു അവനിലേക്കാണ് ചേർത്തി പറഞ്ഞത്. നാം അവരെ മറിച്ചിട്ടു. അതെന്തുകൊണ്ടാണ്? ഉറക്കത്തിൽ ചെയ്യുന്നതാണ്. ഉറക്കത്തിൽ ചെയ്യുന്നത്, ഒരു മനുഷ്യൻ മറന്നു ചെയ്യുന്നത്, ഇതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അമലിൽ അത് വരവെക്കുകയില്ല, അവൻ അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്നതിന്റെ ഈ ആയത്ത് തെളിവാണ്. കാരണം അവിടെ തിരിഞ്ഞു കിടക്കുക എന്നുള്ളത് അള്ളാഹു അവനിലേക്ക് ചേർത്തി പറഞ്ഞു, കാരണം അവർ അറിയുന്നില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, നോമ്പുകാരൻ മറന്നിട്ട് തിന്നുകയും കുടിക്കുകയും ചെയ്താൽ, ഒരാൾ ഓർമ്മയില്ല, അറിയാതെ അയാൾ തിന്നുപോയി, കുടിച്ചുപോയി, ശീലത്തിൽ ചിലപ്പോൾ റമളാൻ തുടങ്ങിയ ഉടനെ നമുക്ക് അങ്ങനെ ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവൻ നോമ്പ് പൂർത്തിയാക്കിക്കൊള്ളട്ടെ, ഫഇന്നമാ അത്അമഹു അല്ലാഹു വസഖാ, അള്ളാഹുവാണ് അവനെ കുടിപ്പിച്ചത്, അള്ളാഹുവാണ് അവനെ തീറ്റിച്ചത്. എന്തുകൊണ്ടാണ്? അറിയാതെ ചെയ്തതാണ്, അള്ളാഹുവിലേക്കാണ് ചേർത്തി പറയും. അതുപോലെയാണ് വനുഖല്ലിബുഹും ദാത്തൽ യമീൻ വദാത്തൽ ശിമാൽ. അതാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു റിവായത്ത് വന്നിട്ടുണ്ട്. എന്താണ്? ലൗലം യുഖല്ലബൂ ലഅകലത്ഹുമുൽ അർദ്, അവർ അള്ളാഹു ഇങ്ങനെ മറിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അവർ മണ്ണ് തിന്നെ ഒരു ദ്രവിച്ചു പോകുമായിരുന്നു. അള്ളാഹു അവരെ സംരക്ഷിക്കാൻ അവരങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചു. മാത്രമല്ല അള്ളാഹു അതാ പറയുന്നു, വകൽബുഹും ബാസിതുൻ ദിറാഇഹി ബിൽ വസീദ്. വകൽബുഹും, ഒരു നായ ഉണ്ടായിരുന്നു അവരുടെ കൂടെ. വകൽബുഹും, അവരുടെ നായ. ആരായിരുന്നു ഈ, എന്തായിരുന്നു ഈ നായ? മുഫസ്സിറുകൾ തഫ്സീറുകൾ കാണാം, ഇന്നഹു കാന കൽബ സൈദിൻ ലിഅഹദി, അവരിൽ ഒരാളുടെ വേട്ടക്ക് ഉപയോഗിക്കുന്ന നായയായിരുന്നു അത്ര ഇത്. അങ്ങനെ നായ ഉപയോഗിക്കുക എന്നുള്ളത് ജായിസാണ്, അനുവദനീയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കാവലിന്, അതുപോലെ ആടുകളെ നോക്കാൻ, കൃഷി നോക്കാൻ, അതുപോലെ വേട്ടക്ക്, ഇതിനല്ലാതെ നായ ആരെങ്കിലും ഉപയോഗിച്ചാൽ അയാളുടെ ആമലിൽ നിന്ന് ഓരോ ദിവസവും ഓരോ ഖിറാത്ത് കുറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നായെ വേണ്ടിവരുന്ന ചില സന്ദർഭങ്ങളുണ്ട്, വളരെ അത്യാവശ്യമായ ചില സന്ദർഭങ്ങൾ, ഈ 3 സന്ദർഭം, അതിൽ മാത്രമേ അതിന് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ്. അങ്ങനെ ആയിരുന്നു അത്ര ഇവരിൽ ഒരാൾക്ക് ഈ നായ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെന്ത് ചെയ്തിരുന്നു? കെൽബുഹും, അവരുടെ നായാകട്ടെ ബാസിത്തുൻ, ബാസിത്ത് എന്നാൽ അത് നീട്ടിപ്പിടിച്ചിരിക്കുന്നു, ദിറാഇഹി, അതിന്റെ 2 കൈകൾ, അതിന്റെ ദിറാ, മുഴം കൈക്കാണ് ദിറാ എന്ന് പറയും.
അതിന്റെ രണ്ട് കൈകൾ നീട്ടിപ്പിടിച്ച് ബിൽ വസീദ്. ബിൽ വസീദ് എന്നാൽ ബിൽ ഫിന, ആ ഗുഹയുടെ മുറ്റത്ത് പുറത്ത് കൈകൾ രണ്ടും നീട്ടിപ്പിടിച്ച് നായ. ദാ ഇവരെത്ര കൊല്ലം ഉറങ്ങിയോ ആ നൂറ്റാണ്ടുകൾ നായയും അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ ഇബ്നു കസീർ പറയുന്നു വശമലത് കൽബഹും ബറകതുഹും. ഇവരുടെ ബറക്കത്ത് ആർക്കും കിട്ടി? അവരുടെ കൂടെ ഉണ്ടായിരുന്ന നായക്കും കിട്ടി. അവരെങ്ങനെ ഉറങ്ങിയോ അതുപോലെ അതിനും ഉറക്കം, അതും കണ്ണു തുറന്ന് എങ്ങനെ ഉറങ്ങുകയാണ്. ഇബ്നു കസീർ പറയുന്നു നല്ല ആളുകളെ കൂടെ കൂടിയാലുള്ള ഖൈറാണ്. കാരണം നായ എന്ന് പറഞ്ഞാൽ അഹസ്സായ ഒരു വളരെ മോശമായ ഒരു ജന്തുവാണല്ലോ, പൊതുവെ നജസാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് എന്ത് കൊടുത്തു? ഇബ്നു കസീർ പറയും ഫഇന്നഹു സാറ ലിഹാദൽ കൽബി ദിക്റുൻ വഖബറുൻ വശഅനുൻ. അല്ലാഹു അവന്റെ കിതാബിൽ എടുത്തു പറയാൻ മാത്രം ഒരു കാര്യമുണ്ടായി. എന്തിനീ നായക്ക്? ആ നാട്ടിൽ എത്ര നായ ഉണ്ടാവും? അവരുടെ ശത്രുക്കളായ കുഫാറുകൾക്ക് അവർക്ക് നായ്ക്കളുണ്ടാവാൻ നാട്ടിൽ. അതിനൊന്നിനും അള്ളാഹുവിന്റെ ദിക്ർ, അള്ളാഹു പറയാൻ മാത്രം, ഖുർആനിൽ പരാമർശിക്കാൻ മാത്രം അതിനൊന്നിനും സ്ഥാനം കിട്ടിയില്ലല്ലോ. ഇതിന് കിട്ടി. എന്താ കാരണം? സുഹ്ബത്തുൽ അഖിയാർ, ഖൈറിന്റെ ആളുകളുടെ കൂടെയായിരുന്നു. എത്ര മോശമാണത് ആ ജന്തു. എന്നിട്ട് അതിന് ഈ ശബനും ഈ ദിക്റും കിട്ടാൻ കാരണം ഖൈറിന്റെ ആളുകളുടെ കൂടെ അതുണ്ടായി എന്നാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് മസലുൽ ജലീസി الصالح وجليس السوء كحامل المسك ونافخ الكير. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത സഹീഹ് ബുഖാരിയിലെ പ്രസിദ്ധമായ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ല കൂട്ടുകാരനും മോശം കൂട്ടുകാരനും തമ്മിൽ ഉദാഹരണമാരെ പോലെ കഹാമിൽ മിസ്കി വനാഫിഖ് കീർ. കസ്തൂരിയുടെ ഹാമിൽ, കസ്തൂരി വിൽക്കുന്ന അത്തർ വിൽക്കുന്ന ഒരാളെ പോലെ ആണ് നല്ല കൂട്ടുകാരന്റെ ഉദാഹരണം. മോശം കൂട്ടുകാരന്റെ ഉദാഹരണം കൊല്ലനെ പോലെ. കൊല്ലന്റെ ആലയിൽ ചെന്നാൽ ഒന്നുകിൽ അതിന്റെ തീയും ഒക്കെ പറഞ്ഞിന്റെ വസ്ത്രം കരിഞ്ഞു പോയത്, എനിക്ക് പൊള്ളല് ചിലപ്പോ. ഒന്നുമില്ലെങ്കിൽ ഒരു മോശം ഗന്ധമെങ്കിലും അവിടെ പോയാലുണ്ടാവും. ഒരു ഹാമിലും മിസ്ക്, അത്തർ വിൽക്കുന്ന ഒരാൾ എനിക്ക് കൂട്ടുകാരനായിട്ടുണ്ടെങ്കിലോ ചിലപ്പോ വെറുതെ തരും, അല്ലെങ്കിൽ പൈസ കൊടുത്തു വാങ്ങണം, ചിലപ്പോ പുരട്ടി തരും. അതുമില്ലെങ്കിൽ അവിടെ നിന്നാൽ നല്ല സുഗന്ധമെങ്കിലും എന്തെങ്കിലും ഒരു ഖൈർ ഇല്ലാതിരിക്കുകയില്ല എന്നതുപോലെയാണ്. അല്ലാഹു പറയുന്നു ലൗ ഇത്തലഅത അലൈഹിം ലവല്ലൈത മിൻഹും ഫിറാറ വലമുലിഅത മിൻഹും റുഅബ. ലൗ ഇത്തലഅത അലൈഹിം, ഓ നബിയെ, ലൗ ഇത്തലഅത, താങ്കളെങ്ങാനും നോക്കിയിരുന്നുവെങ്കിൽ, അലൈഹിം, അവരെ കണ്ടിരുന്നുവെങ്കിൽ, ലവല്ലൈത മിൻഹും, അവരിൽ നിന്ന് തിരിഞ്ഞുപോയത്, ഫിറാറൻ, ഓടിക്കൊണ്ട്, വലമുലിഅത മിൻഹും, അവരെ കുറിച്ച് താങ്കൾക്ക് നിറഞ്ഞേനെ, റുഅബൻ, റുഅബൻ എന്നാൽ പേടി, ഖൗഫൻ, അവരെ കുറിച്ച് പേടിച്ചു താങ്കൾ പിന്തിരിഞ്ഞോടിയേനെ. അങ്ങനെയായിരുന്നു അവരുടെ ഈ ഉറക്കം. എന്ന് പറഞ്ഞാൽ അന്നഹു തആല അൽഖാ അലൈഹിമുൽ മഹാബ, അല്ലാഹു അവരുടെ രൂപത്തിൽ ഒരു ഹൈബത്ത് കൊടുത്തു. അവരെ കണ്ടാൽ ആരും പേടിച്ചു പോകുന്ന ഒരു രൂപത്തിലായിരുന്നു അവർ കടന്നിരുന്നത്. എന്തിനാണത്? അത് മറ്റൊരു സംരക്ഷണമാണ്. ആരെങ്കിലും അതിലെ പോകുന്ന ആരെങ്കിലും അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് അടുക്കാൻ അവന് തോന്നുകയില്ല. അവരെ തൊടാനോ അങ്ങോട്ട് കയറാനോ ഒരാൾക്കും ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ തോന്നുകയില്ല. അങ്ങനെ ഒരു ഹൈബ, അങ്ങനെ ഒരു രൂപത്തിൽ, അങ്ങനെ ഒരു ഗാംഭീര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്തു. അതാണ് അല്ലാഹു ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അത് അല്ലാഹു പറയുന്ന അടുത്ത ആയത്തിൽ വകദാലിക ബഅസ്നാഹും, വകദാലിക അങ്ങനെ തന്നെ ബഅസ്നാഹും ലിയതസാഅലു ബൈനഹും ഖാല ഖായിലുൻ മിൻഹും കം ലബിസ്തും ഖാലൂ ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം ഖാലൂ റബ്ബുകും അഅലമു ബിമാ ലബിസ്തും ഫബഅസൂ അഹദകും ബിവരിഖികും ഹാദിഹി ഇലൽ മദീന فلينظر أيها أزكى طعاما فليأتكم برزق منه وليتلطف ولا يشعرن بكم أحدا وكذلك അങ്ങനെ بعثناهم, നാം അവരെ വീണ്ടും എഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ وكما أرقدناهم, അവരെ നാം എങ്ങനെയാണ് ഉറക്കിയത്? ഉറങ്ങുമ്പോൾ അവരുടെ അവസ്ഥ എന്തായിരുന്നു? അതുപോലെ بعثناهم صحيحة أبدانهم വശാറുഹും അബ്ശാറുഹും, അവരുടെ ശരീരത്തിന് ഒരു കേടും പറ്റിയിട്ടില്ല, അവരുടെ ഒരു രോമത്തിന് ഒരു കേട് പറ്റിയിട്ടില്ല, അവരുടെ തൊലിക്ക് ഒരു കേടും പറ്റിയിട്ടില്ല. ലം യഫ്തദു മിൻ അഹ്വാലിഹിം വഹയ്യാതിഹിം ഷൈഅ, ഉറങ്ങുമ്പോൾ എന്തൊക്കെ അവർക്കുണ്ടായിരുന്നു ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. വദാലിക ബഅദ 300 സന വ 9 സിനീൻ, 309 കൊല്ലം കഴിഞ്ഞിട്ടാണ്.
309 വർഷം കഴിഞ്ഞിട്ട് ഒരു രോമത്തിന് കേടുപാടില്ലാതെ അള്ളാഹു അവർ ജീവിപ്പിച്ചു. തെളിവാണ്, അള്ളാഹുവിന്റെ ഖുദ്റത്തിനുള്ള തെളിവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ രണ്ടാമത് ജീവിപ്പിക്കുക തന്നെ ചെയ്യും. റൂഹോടെ, ജസദോടെ, ഈ ശരീരത്തോടെ, ഈ ആത്മാവോടെ അള്ളാഹു നമ്മളെ ജീവിപ്പിക്കുക തന്നെ ചെയ്യും. അതിനുള്ള തെളിവാണിത്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ജീവിപ്പിച്ചു. ലിയതസാഅലു ബൈനഹും, അങ്ങനെ എന്തുണ്ടായി? അവർ പരസ്പരം ചോദിച്ചു. ലിയതസാഅലു ബൈനഹും, അവർ പരസ്പരം ചോദിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ എഴുന്നേൽപ്പിച്ചപ്പോൾ അവർ പരസ്പരം ചോദിക്കുകയുണ്ടായി. ഖാല ഖായിലുൻ മിൻഹും, അവരിലെ പറയുന്ന ഒരാൾ, ചോദിക്കുന്ന ഒരാൾ ചോദിച്ചു, കം ലബിസ്തും, എത്ര കാലമാണ് നമ്മളിവിടെ കഴിഞ്ഞത്, നിങ്ങളിവിടെ കഴിഞ്ഞത്, നമ്മൾ എത്ര നേരം ഉറങ്ങി? ഖാലു, അവർ പറഞ്ഞു, ലബിസ്ന, നമ്മൾ ഉറങ്ങി, യൗമൻ, ഒരു ദിവസം, ഔ ബഅദ യൗം, അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ കുറച്ച്. നമ്മൾ രാവിലെ ഉറങ്ങി വൈകുന്നേരം എണീറ്റു, അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ ഉറങ്ങിപ്പോയിട്ടുണ്ട്. അവർ എണീറ്റ് പരസ്പരം ചോദിക്കുന്നു. യഥാർത്ഥത്തിൽ 309 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. ഖാലു, പിന്നെ അവർ പറഞ്ഞു, റബ്ബുക്കും അഅലമു ബിമാ ലബിസ്തും, അവർക്ക് തന്നെ തറദ്ദുദായി, സംശയമായി. റബ്ബുക്കും, നിങ്ങളുടെ റബ്ബിനാണ് അറിയുന്നത്, ബിമാ ലബിസ്തും, നിങ്ങൾ എത്ര കാലം ഇവിടെ ഉറങ്ങിയെന്നത്. കാരണം നമ്മുടെ റബ്ബിനാണ് നമ്മൾ അറിയുന്നത് നമ്മൾ എത്ര കാലം ഉറങ്ങിയെന്നത്. അങ്ങനെ എണീറ്റപ്പോൾ അവർക്ക് വിശന്നു. 309 കൊല്ലം കിടന്നിട്ടുണ്ട്, ഒന്നും സംഭവിച്ചിട്ടില്ല, വിശപ്പുണ്ടായി. അവർ പറഞ്ഞു, ഫബഅസു അഹദക്കും, ഫബഅസു, നിങ്ങൾ അയക്കൂ, അഹദക്കും, നിങ്ങളിൽ ഒരാളെ, ബിവരിഖിക്കും ഹാദി, ഈ വരിഖുമായി, വരിഖ് എന്നാൽ ഫിദ്ദ, വെള്ളിയുടെ പേരാണ് വരിഖ്, വെള്ളി നാണയം, കുറച്ച് വെള്ളി നാണയങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഹാദി, ഈ വെള്ളി നാണയങ്ങളുമായി അയക്കൂ, ഇലൽ മദീന, മദീന എന്നാൽ പട്ടണം, ടൗണിലേക്ക് അയക്കൂ ഈ വെള്ളി നാണയങ്ങളുമായി ഒരാളെ. ഫല്യൻദുർ, എന്നിട്ട് പോകുന്നവൻ നോക്കട്ടെ, ഫല്യൻദുർ, പോയവൻ നോക്കട്ടെ, അവൻ നോക്കട്ടെ, അയ്യുഹ, ഏതാണ്, അസ്കാ തഅമ, ഏറ്റവും നല്ല ഭക്ഷണമെന്ന്. അസ്കാർ ഏറ്റവും ശുദ്ധിയുള്ളത്, അതായത് ഹലാലായ തയ്യിബായ ഭക്ഷണം ഏതാണെന്ന് നോക്കിയിട്ട് പോകുന്നവൻ വാങ്ങട്ടെ. ഇതും അതിന്റെ മക്കൾ തെളിവ് പിടിച്ചിട്ടുണ്ട്. അവർ നല്ല കുടുംബത്തിൽപ്പെട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, രാജാക്കന്മാരുടെ മക്കളായിരുന്നു അവർ എന്നതിന് ഇത് തെളിവാണ്. കാരണം അവർ പറയുന്നത് എന്താ, പോയി എന്ത് വാങ്ങണം, നല്ല ഭക്ഷണം വാങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് അവനാളെ പറഞ്ഞയക്കുന്നത്. അവർ നന്നായി ജീവിച്ചിട്ടുള്ള ആളുകളായിരുന്നു എന്ന്. ഹലാലായ തയ്യിബായ ഭക്ഷണമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അയ്യുഹാ അസ്കാ തആമൻ ഫലിയഅതികും, എന്നിട്ട് ഈ പോയവൻ കൊണ്ടുവരട്ടെ, ബിരിസ്ഖിൻ മിൻഹു, ഒരു റിസ്ക്, നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണവുമായി വരട്ടെ. വൽയതലത്തഫ്, പക്ഷെ പോകുന്നവൻ ശ്രദ്ധിക്കണം, അവൻ തലത്തുഫ് കാണിക്കണം. തലത്തുഫ് എന്നാൽ തിരിച്ചറിയാത്ത രൂപത്തിൽ പോകണം. നമ്മൾ പോകുന്നതിനെ, നമ്മൾ ഈ കൂട്ടത്തിലുള്ള 7 പേരിൽ ഒരാളാണ്, ആരും അറിയാൻ പാടില്ല. വലായുശഇറന്ന ബികും, നിങ്ങളെ മനസ്സിലാക്കരുത്, അഹദൻ, ഒരാളും അറിയാതെ വേണം പോകാൻ. കാരണം നമ്മളിങ്ങനെ രക്ഷപ്പെട്ടു വന്നതാണ്. ഇന്നഹും ഇൻ യദ്ഹറു അലൈക്കും യർജുമുക്കും ഔ യുഈദുക്കും ഫീ മില്ലതിഹിം വലൻ തുഫ്ലിഹൂ ഇദൻ അബദ. കാരണം ഇന്നഹും ഇൻ യദ്ഹറു അലൈക്കും, അവർക്ക് നിങ്ങളെ മനസ്സിലായാൽ, അവർക്ക് നിങ്ങളെ കിട്ടിയാൽ, യർജുമുക്കും, ഇന്നഹും ഇൻ യദ്ഹറു അലൈക്കും, അവർ നിങ്ങളെ വിജയിച്ചാൽ, നിങ്ങളെ കീഴ്പ്പെടുത്തിയാൽ, യർജുമുക്കും, അവർ നിങ്ങളെ കുന്നുകളയും. അവർ പരസ്പരം പറയുകയാണ്, റജമ എന്നാൽ എറിയും, എറിഞ്ഞു കൊല്ലും. ഔ അല്ലെങ്കിൽ യുഈദുക്കും, നിങ്ങൾ അവർ തിരിച്ചു കൊണ്ടുപോകും, ഫീ മില്ലതിഹിം, അവരുടെ മില്ലത്തിലേക്ക്, അവരുടെ ദീനിലേക്ക് അങ്ങനെ കൊണ്ടുപോയാൽ, വലൻ തുഫ്ലിഹു, പിന്നെ ഒരിക്കലും നിങ്ങൾ വിജയിക്കുകയില്ല. വലൻ തുഫ്ലിഹു ഇദൻ, അപ്പോൾ നിങ്ങൾ വിജയിക്കുകയില്ല, അബദൻ, ഒരിക്കലും വിജയിക്കുകയില്ല. വലൻ എന്നാൽ തന്നെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് വന്നു. പിന്നെ വീണ്ടും ഉറപ്പിച്ച് പറയാൻ വേണ്ടി അബദൻ എന്ന് പറഞ്ഞു. കാരണം അവരുടെ ദീൻ ഏതാണ്, കുഫറിന്റെ ദീൻ. കുഫറിന്റെ ദീനിലായി മരിച്ചാൽ ഒരിക്കലും വിജയിക്കുകയില്ല. ഇസ്ലാമിലായി ഒരുത്തം മരിച്ചാൽ മാത്രമേ അള്ളാഹുവിൽ വിജയിക്കുകയുള്ളൂ. ഇസ്ലാം അല്ലാത്ത ഏത് ദീനിൽ ഒരാൾ ജീവിച്ചു മരിച്ചാലും അവന്റെ അവസ്ഥ, അവൻ നരകത്തിലാണെന്ന്. ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന ഫീ നാരി ജഹന്നം ഖാലിദീന ഫീഹാ ഉലൈക ഹും ശർറുൽ ബരിയ. കാഫിറുകളായി ഉള്ള ആളുകൾ, അഹ്ലി കിതാബാകട്ടെ മുശ്രിക്കുകളാകട്ടെ, കാഫിറിന്റെ സങ്കേതം അവിടെയാണ്, നരകത്തിനാണ്. മാത്രമല്ല, ഈ ആയത്തിൽ നിന്ന് ഉലമാക്കൾ തെളിവ് പിടിച്ചിട്ടുള്ള വേറൊരു കാര്യം, അവർ പറഞ്ഞു, നമ്മൾ ബലം പ്രയോഗിച്ച് അവർ പഴയ മില്ലത്തിലേക്ക് കൊണ്ടുപോയാലും നമ്മൾ പിന്നെ വിജയിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, പഴയ ഉമ്മത്തുകൾക്ക് അള്ളാഹു ഒരു കടുത്ത നിയമം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്താണത്? അവരെ നിർബന്ധിപ്പിച്ച് ആരെങ്കിലും കുഫർ ചെയ്യാൻ പറഞ്ഞാലും, കത്തി കഴുത്തിൽ വെച്ചിട്ട് കുഫർ പറയാൻ പറഞ്ഞാലും അവർക്ക് പറയാൻ പാടില്ലായിരുന്നു. അങ്ങനെയാണ് പഴയ ഉമ്മത്തിൽ ഉള്ള നിയമം.
ഈ ഉമ്മത്തിന് അൽഹംദുലില്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ ഖൈറു ഉമ്മത്തായ ഈ ഉമ്മത്തിന് അല്ലാഹു അതിവിശാലമായ നിയമങ്ങളാണ് അല്ലാഹു ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഉമ്മത്തിനോടാണ് അല്ലാഹു ഏറ്റവും അധികം റഹ്മത്ത് കിട്ടിയിട്ടുള്ള ഉമ്മത്ത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത്. ഈ ഉമ്മത്തിനുള്ള നിയമത്തിൽപ്പെട്ടതാണ് ആരെങ്കിലും ഒരാളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി കൊല്ലപ്പെടുമെന്ന് വന്നാൽ ഒരാൾക്ക് എന്തു പറയാം? കുഫറിന്റെ വാക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറയാം. കൽബിൽ ഈമാനുണ്ട്, കൽബിൽ ഈമാനാണ് കുഫറിന്റെ വാക്ക് പറയാമെന്നാണ് ഈ ഉമ്മത്തിലെ നിയമം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ തജാവസ അൻ ഉമ്മതി അൽ ഖതഅ വൻ നിസ്യാന വമസ്തുക്രിഹു ഇലൈഹി. ഈ ഉമ്മത്തിന് അല്ലാഹു വിട്ടുകൊടുത്തിരിക്കുന്നു അൽ ഖതഅ അബദ്ധത്തിൽ പറ്റി പോകുന്നത്, വൻ നിസ്യാൻ മറന്നു ചെയ്തു പോകുന്നത്, വമസ്തുക്രിഹു ഇലൈഹി നിർബന്ധിക്കപ്പെട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു അവിടുത്തെ മുശ്രിക്കുകൾ കൊല്ലാൻ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചീത്ത വിളിക്കാൻ കുഫറിന്റെ വാക്ക് പറയണമെന്ന് പറഞ്ഞു. കൊല്ലപ്പെടുമെന്നായപ്പോൾ അമ്മാർ റളിയല്ലാഹു അൻഹു കുഫറിന്റെ വാക്ക് പറഞ്ഞു. എന്നിട്ട് അവര് വിട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്നിട്ട് അമ്മാർ പറഞ്ഞു, നബിയെ എന്നെ കൊല്ലുമെന്നായപ്പോൾ ഞാൻ ഇങ്ങനെ കുഫറിന്റെ വാക്ക് പറഞ്ഞുപോയി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അത് പറയുമ്പോൾ നിന്റെ ഖൽബ് എങ്ങനെയായിരുന്നു? അമ്മാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറയുമ്പോൾ എന്റെ ഖൽബിൽ ഈമാൻ ഉണ്ടായി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇൻ ആദൂ ഫഉദ്, ഇനി അവരങ്ങനെ ചെയ്താൽ ഇനിയും നീ അങ്ങനെ ചെയ്തോളൂ, ഇനി അങ്ങനെ തന്നെ ആവർത്തിച്ചോളൂ എന്ന് പറഞ്ഞു. ഖുർആനിലെ സൂറത്ത് നഹ്ലിലെ ആയത്ത് ആ വിഷയത്തിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ. ഈമാനോടെ ഒരാൾ നിർബന്ധിക്കപ്പെട്ട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ അവന് കുറ്റമില്ല. ചില സന്ദർഭങ്ങളിൽ ഒഴികെ, ചില സന്ദർഭം, ഇതാണ് പൊതുവായ നിയമം. പക്ഷെ ചില സന്ദർഭങ്ങളുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ, ഒരു സമൂഹത്തിൽ ഒരാൾ ഇമാമായ ഒരാളാണ്, അയാളെ പിൻപറ്റുന്ന ഒരുപാട് ആളുകളുണ്ട്. അയാൾ കുഫറിലേക്ക് പോയാൽ ചിലപ്പോൾ സാധാരണക്കാരായ പല ആളുകളും അത് ശരിയാണെന്ന് വിചാരിച്ച അതിലേക്ക് പോയി പോകും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അതുപോലുള്ള സ്ഥാനത്തിരിക്കുന്ന ഇൽമും ഫദ്ലുമുള്ള ആളുകൾക്ക് അത് പറ്റൂല. അതുകൊണ്ടാണ് ഇമാം സുന്ന ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹം ഖുർആൻ അള്ളാഹിന്റെ ഖൽഖാണ്, അള്ളാഹിന്റെ പടപ്പാണ് എന്ന് പറയണമെന്ന് ഭരണാധികാരി നിയമം വെച്ചു. ഹാറൂൻ റഷീദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മകൻ മഅ്മൂൻ എന്ന ഖലീഫ, അയാൾക്കാണ് ആദ്യമായി ഈ ബിദ്അത്തുകാരുടെ ഈ അസുഖം ബാധിച്ചത്. അതിനു മുമ്പുള്ള ഇസ്ലാമിക ഖലീഫമാരെല്ലാം രാജാക്കന്മാരുടെ എന്ത് തകരാറ് അവർക്കുണ്ടെങ്കിലും അവർക്ക് അഹ്ലു സുന്നത്തിന്റെ ആളുകളായിരുന്നു. മഅ്മൂൻ അയാൾക്ക് മുഅ്തസിലത്തിന്റെ ബാധ ബാധിച്ചു. അയാൾ ഖുർആൻ അള്ളാഹിന്റെ ഖൽഖാണ്, അള്ളാഹിന്റെ പടപ്പാണ്, ഖുർആൻ അള്ളാഹിന്റെ കലാമല്ല. കാരണം മുഅ്തസിലികളുടെ വാദപ്രകാരം അള്ളാഹ്ക്ക് കലാമെന്ന് പറയാൻ പറ്റില്ല, അള്ളാഹ് സംസാരിക്കൂല. അവരുടെ വാദപ്രകാരം സംസാരം മനുഷ്യന്മാർക്കല്ല, മനുഷ്യന്മാരെ പോലെ ആയിപ്പോലെ. അള്ളാഹ് സംസാരിക്കും എന്ന് പറഞ്ഞാൽ ഏതുപോലെ അള്ളാഹു ഇറങ്ങി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലുള്ള രാത്രി അവസാനിക്കാനാവുമ്പോൾ അള്ളാഹു ഭൂമിയോടടുത്ത് ആകാശത്തിലേക്ക് ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ ബിദ്അത്തിന്റെ ശിർക്കിന്റെ ആളുകൾ അവർ പരിഹസിച്ച് ചോദിക്കാൻ, ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ ഇറങ്ങുന്നത് പോലെയാണോ? അപ്പൊ മുകളിൽ ആരാണ് ഉണ്ടാവുക? ഇങ്ങനത്തെ ചോദ്യങ്ങൾ, കുഫറിന്റെ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവൻ. അള്ളാഹുവിനെ യോജിച്ച ജലാലത്തിനും അളമത്തിനും അവന്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിൽ അവൻ ഇറങ്ങി വരും. അവന്റെ എല്ലാ സിഫത്തുകളും ഇങ്ങനെ. അപ്പൊ പഴച്ച കക്ഷികൾ ചോദിക്കും അള്ളാഹ് സംസാരിക്കൂല എന്നാണ് അവരുടെ വിശ്വാസം. ബിംബങ്ങളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ്? അവർ കാണുന്നില്ലേ ആ ബിംബങ്ങൾ അവരോട് സംസാരിക്കുന്നില്ല എന്ന്? ഈ ബിംബങ്ങൾ സംസാരിക്കൂല എന്ന്. അപ്പൊ ബിംബങ്ങൾ അള്ളാഹു ആക്ഷേപിച്ചു പറഞ്ഞതാണ് അവർ സംസാരിക്കൂല എന്നുള്ളത്. അത് ന്യൂനതയാണ്. ആ ന്യൂനതയാണ് അവർ അള്ളാഹുവിന്റെ പേര് ആരോപിച്ചത്. അള്ളാഹ് സംസാരിക്കൂല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖൽഖാണ്, ഖുർആൻ അള്ളാഹിന്റെ പടപ്പാണെന്ന് പറഞ്ഞു. ഖുർആൻ അള്ളാഹിന്റെ കലാമല്ല. യഥാർത്ഥത്തിൽ ഖുർആൻ അള്ളാഹിന്റെ കലാമാണ്, അള്ളാഹിന്റെ പടപ്പല്ല. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. അതുകൊണ്ടാണ് അഊദു ബികലിമാത്തില്ല എന്ന് നമ്മൾ പറയുന്നത്. അഊദു ബില്ലാഹ് എന്ന് പറയുന്നത് പോലെ അഊദു ബികലിമാത്തില്ല, അള്ളാഹിന്റെ കലിമാത്ത് കൊണ്ട്, അള്ളാഹുവിന്റെ കലിമാത്തിനോട് ഞാൻ രക്ഷ തേടുന്നു. അള്ളാഹിന്റെ കലിമാത്ത് അള്ളാഹിന്റെ പടപ്പായിരുന്നെങ്കിൽ പടപ്പിനോട് രക്ഷ തേടാൻ പറ്റുമോ? ശിർക്കാണ്. അള്ളാഹിന്റെ പടപ്പല്ല, അള്ളാഹിന്റെ കലാം അള്ളാഹിന്റെ സിഫത്താണ്. അവനാണ് കലിമാത്തിനോട് രക്ഷ തേടുന്നത്. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ. റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ. റഹ്മാനായ റബ്ബ് ഖുർആൻ പഠിപ്പിച്ചു. ഇൻസാനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ പഠിച്ചു. ഖുർആൻ പഠിച്ചു എന്ന് പറഞ്ഞില്ലല്ലോ. റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ. അതുപോലെ ഖുർആൻ എത്ര സ്ഥലത്ത് വന്നിട്ടുണ്ട്? കലാം അല്ലാഹ്, അള്ളാഹിന്റെ കലാം ഖുർആനിൽ വന്നിട്ടുള്ളതാണ്.
അപ്പോ ഈ ഖുർആൻ അള്ളാഹിന്റെ പടപ്പാണെന്ന് പറയണം, പറയാത്തവരൊക്കെ ഇയാൾ കൊല്ലും എന്ന അവസ്ഥയിലെത്തി. ഈ മഅ്മൂൻ എന്ന ഖലീഫ ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ കെട്ടിയിട്ടു, ചാട്ടവാറ് കൊണ്ട് അടിയേറ്റു. ഇമാം അഹ്മദ് മാറ്റി പറഞ്ഞു, കൊല്ലുമെന്നായിട്ട് മാറ്റി പറഞ്ഞിട്ട്. എന്താ കാരണം? ഇമാം അഹ്മദിനെ ജനങ്ങൾ നോക്കുന്നുണ്ട്, ജനങ്ങൾ ചിലപ്പോ വഴിതെറ്റി പോകും. ഇമാം അഹ്മദ് മാറ്റി പറഞ്ഞ സത്യാന്ന് വിചാരിക്കും ആളുകൾ, സാധാരണക്കാരായ വിവരമില്ലാത്ത ആൾ. എന്തുണ്ടായി? അള്ളാഹു രക്ഷിച്ചു, അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷിച്ചു. ഒന്നുണ്ടായില്ല. മഅ്മൂൻ അയാൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് തൊട്ടടുത്ത ടെന്റിലേക്ക് ഇമാം അഹ്മദിനെ കൊണ്ടുവന്നു. ഒരു രാത്രിയാണ് കൊണ്ടുവന്നത്. പകൽ ഖലീഫിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും, അയാൾ ഉത്തരവിട്ടാൽ കൊല്ലും എന്ന അവസ്ഥയെത്തി. ഇമാം അഹ്മദ് റഹിമഹുല്ലാ അവിടുത്തെ രണ്ട് കാൽമുട്ടുകൾ ഇങ്ങനെ തൂത്തി കൈകളുയർത്തി അള്ളാഹു ദുആ ചെയ്തു, അള്ളാഹു ഈ ഖലീഫയുടെ ശർറിൽ നിന്ന് രക്ഷിക്കണം. പകലാകുന്നതിന് മുമ്പ് അയാൾ മരിച്ചു. മഅ്മൂൻ 40ന്റെ എമ്മിനടക്കം അയാൾക്ക് പ്രായമുണ്ടായിരുന്നു, അയാൾ മരിച്ചു. അള്ളാഹുവിന്റെ കയ്യിലാണ് കാര്യങ്ങളുള്ളത്. പിന്നീട് അയാൾക്ക് ശേഷം വന്ന അയാളുടെ മകൻ അതുപോലെ തന്നെ ആയിരുന്നു. പക്ഷെ പിന്നീട് വന്ന ഖലീഫ അഹ്ലുൽ സുന്നത്തിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വന്നു. അതോടെ ആ വാദം അത് ഇല്ലാതെയായി. മുസ്ലിം ഉമ്മത്തിൽ നിന്ന് ഒന്നടങ്കം അംഗീകരിക്കുന്ന കാര്യമാണ് ഖുർആൻ അള്ളാഹിന്റെ കലാമ്, അത് ഹൽക്കല്ല. അപ്പോ എന്നതുപോലെ പഴയകാല ഉമ്മത്തുകൾക്ക് അള്ളാഹു ഇങ്ങനെ ഇളവുണ്ടായിരുന്നില്ല. അവർക്ക് എന്ത് വന്നാലും അവർ ഉറച്ചു നിൽക്കണം. അതുകൊണ്ടാണ് ഇവരിങ്ങനെ പറഞ്ഞത്, നിർബന്ധിച്ചു കൊണ്ടുപോയാലും നിങ്ങൾ എന്ത് ചെയ്യില്ല, പിന്നെ ആ മില്ലത്തിൽ നിങ്ങൾ പെട്ടുപോയാൽ വിജയിക്കുകയില്ല. 21-ാമത്തെ ആയത്തിൽ وكذلك أعثرنا عليهم ليعلموا أن وعد الله حق وأن الساعة لا ريب فيها إذ يتنازعون بينهم أمرهم فقالوا ابنوا عليهم بنيانا ربهم أعلم بهم قال الذين غلبوا على أمرهم لنتخذن عليهم مسجدا وكذلك അങ്ങനെയാണ് അഅ്സർന അലൈഹിം എന്നാൽ നാം അവരെ കാണിച്ചു കൊടുത്തത്. അങ്ങനെയാണ് നാം അവരെ കാണിച്ചു കൊടുത്തത്. അഥവാ ജനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അവരെ കാണിച്ചു കൊടുത്തു. എങ്ങനെ? ഈ വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ ഉറങ്ങിക്കിടന്നതിന് ശേഷം അവർ എഴുന്നേറ്റ് ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോയി. അവരുടെ കയ്യിലുള്ളത് അവരുടെ കാലത്തെ ഒരു വെള്ളി നാണയമാണ്. അതുകൊണ്ട് ആ നാട്ടിൽ അതാ അവരിൽ ഒരാൾ പുറത്തിറങ്ങിയപ്പോൾ എന്താണ് കാണുന്നത്? നാടാകെ മാറിയിട്ടുണ്ട്, ആളുകളാകെ മാറിയിട്ടുണ്ട്, അവരുടെ എല്ലാം മാറിയിട്ടുണ്ട്. 300 വർഷങ്ങൾക്ക് ശേഷം, 350 വർഷങ്ങൾക്ക് ശേഷം തലമുറകൾ മാറി വന്നിട്ടുണ്ട്. ആളുകളുടെ വേഷവും ആ നാടും ഒന്നാകെ മാറിയിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയ ആൾക്ക് ആദ്യം തോന്നിപ്പോയി ഞാൻ സ്വപ്നം കാണുകയാണോ എന്ന്. അദ്ദേഹത്തിന് തോന്നിപ്പോയി എനിക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചോ എന്ന് തോന്നിപ്പോയി. എന്നിട്ടത് അവിടെ ഭക്ഷണം വിൽക്കുന്ന ഒരാൾക്ക് പോയി ഈ നാണയം കൊടുത്ത് ഭക്ഷണത്തിന് ചോദിച്ചു. അപ്പോ കിട്ടിയ ആളത് തിരിച്ചു മറിച്ചു നോക്കി അടുത്ത ആൾക്ക് കൊടുത്തു. അയാൾ അടുത്ത ആൾക്ക് കൊടുത്തു. ആളുകൾ വിചാരിച്ചു ഈ വന്ന ആൾക്ക് ഭ്രാന്താണ്. പിന്നെ അവർ വിചാരിച്ചു ഇയാൾക്ക് അവിടുന്ന് നിധി കിട്ടിയിട്ടുണ്ട്, കാരണം ഇത് പഴയ നാണയമാണ്, ഏതോ കാലത്തുള്ള വെള്ളി നാണയമാണ്. അങ്ങനെ സംസാരിച്ച് ഇദ്ദേഹം അവരുടെ കാര്യങ്ങൾ പറഞ്ഞു. അത് ആളുകളെല്ലാവരും ആ ഗുഹയിലേക്ക് ചെന്ന് അവരെ കാണുകയാണ്. അള്ളാഹു പറയുന്നു അങ്ങനെയാണ് നാം അവരെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തത്. എന്തിനു വേണ്ടിയാണ്? അവരറിയുന്നതിനു വേണ്ടി അള്ളാഹുവിന്റെ വാഗ്ദാനം അത് ഹക്കാണ്, സത്യമാണ്. എന്താണ് അള്ളാഹുവിന്റെ വാഗ്ദാനം? അള്ളാഹു രണ്ടാമതും ജീവിപ്പിക്കുമെന്ന്. എന്നിട്ട് അവിടെ മുഅ്മിനുകൾക്ക് ഈമാനും അമലു സാലിഹാത്തുമുള്ള അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്തവർക്ക് അവന്റെ സ്വർഗമുണ്ടെന്ന്, കുഫറിന്റെ ശിർക്കിന്റെ ആളുകൾക്ക് അള്ളാഹു നരകമാണ് ഒരുക്കി വെച്ചിട്ടുള്ളതെന്ന് നഊദു ബില്ലാഹ്. ആ അള്ളാഹുവിന്റെ വാഗ്ദാനം ഹക്കാണെന്ന് അവരറിയാം. കാരണം ഇങ്ങനെ ഉറക്കി കാത്തി ജീവിപ്പിക്കാൻ കഴിവുള്ള റബ്ബ് അവൻ തീർച്ചയായും നമ്മെ രണ്ടാമത് ജീവിപ്പിക്കാൻ കഴിവുള്ളവനാണ്. ഖിയാമത്ത് നാളെന്നത് ലാ റൈബ ഫീഹാ, ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. അതിൽ സംശയം ഉണ്ടാക്കിക്കാനാണ് എപ്പോഴും ശൈത്താൻ ശ്രമിക്കുക. യൗമുൽ ഖിയാമ അസ്സാഅ,
അതിനെക്കുറിച്ചുള്ള ബോധം എത്ര നമ്മുടെ കൽബിൽ ഉറപ്പുള്ളതായോ അത്രയും നമ്മൾ അള്ളാഹുവിനെ പേടിച്ചിരിക്കും. മറിച്ച് അള്ളാഹുവിനെ ധിക്കരിക്കാൻ, അവന്റെ ദീനിൽ നമ്മോട് നിർബന്ധമാക്കിയ കാര്യത്തിൽ നിന്ന് അകന്നു പോകാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്താ? യൗമുൽ ആഖിറിലുള്ള ഈമാൻ അത് നമ്മളിലുള്ളത് ദുർബലമാണ്. അതുകൊണ്ടാണ് ഖിയാമത്ത് നാളിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാൾ അയാൾക്ക് ഇങ്ങനെ റബ്ബിനെ ധിക്കരിക്കാൻ സാധിക്കും? റബ്ബിലേക്ക് തിരിച്ചു പോകാനുള്ളവന് റബ്ബിന്റെ അജറാണ് അവന് കിട്ടാനുള്ളത്. റബ്ബ് കൊടുത്തതല്ലാതെ അവന് വേറൊന്നുമില്ല. ഈ ലോകവും അതിൽ മുഴുവനും സ്വർണം ഒരാൾക്കുണ്ടായിരുന്നെങ്കിൽ അത് മുഴുവൻ ഞാൻ പകരം തരാം റബ്ബെ, എന്നെ രക്ഷപ്പെടുത്തണം എന്നാണ് ഖിയാമത്ത് നാളിൽ ഓരോരുത്തരും പറയുന്നത്. ഈ ലോകം ആകാശഭൂമികൾ നിറയെ സ്വർണം ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാൾ കൊടുക്കാൻ തയ്യാറായാൽ ഖിയാമത്ത് നാളിൽ സ്വീകരിക്കില്ല. ഈ ലോകത്തോ നേരെ തിരിച്ചാൽ ഒരു മിസ്കാലു ദർറ, ഏറ്റവും അണുമണി തൂക്കമാണെങ്കിലും അള്ളാഹു സ്വീകരിക്കും. ഖിയാമത്ത് നാളെ ആകാശഭൂമികൾ നിറയെ ഒരാൾ കൊടുക്കാൻ തയ്യാറായാൽ അവിടെ സ്വീകരിക്കും. ليعلموا أن وعد الله حق وأن الساعة لا ريب فيها. ഇത് 300 വർഷങ്ങൾക്ക് ശേഷം, 309 കൊല്ലങ്ങൾക്ക് ശേഷം അവിടെയുള്ള ആളുകൾ മാറിയിട്ടുണ്ട്. ശിർക്കിലേക്ക് ജനങ്ങളെ നിർബന്ധിപ്പിക്കുന്ന ആളുകളല്ല അവിടെ. എന്നാൽ ഖിയാമത്ത് നാളിൽ സംശയമുള്ള ചില ആളുകൾ ആ കൂട്ടത്തിലുണ്ടായി. അള്ളാഹു അതാ ഈ സംഭവത്തിലൂടെ അവരെ ബോധ്യപ്പെടുത്തുന്നു. പിന്നീട് എന്തുണ്ടായി? അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് അധികം വൈകാതെ ഈ 7 പേരെയും അള്ളാഹു മരിപ്പിച്ചു. അവർ 7 പേരും മരിച്ചുപോയി. അങ്ങനെ എന്തുണ്ടായി? ഇദ് യതനാസഊന ബൈനഹും അംറഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായ നാട്ടുകാർക്കിടയിൽ. ഇദ് യതനാസഊന, അവർ അഭിപ്രായ വ്യത്യാസത്തിലായ സന്ദർഭം. ബൈനഹും, അവർക്കിടയിൽ. അംറഹും, ഇവരുടെ കാര്യം, ഈ 7 പേരുടെ അസ്ഹാബുൽ കഹ്ഫിന്റെ കാര്യം. ഫഖാലു, അങ്ങനെ അവരിൽ ഒരു കൂട്ടർ പറഞ്ഞു, ഇബ്നു അലൈഹിം ബുനിയാന. ഫഖാലു ഇബ്നു അലൈഹിം ബുനിയാന, നിങ്ങൾ അവർക്ക് മുകളിൽ ഒരു ബുനിയാൻ, ഒരു കെട്ടിടം എടുക്കൂ. ഒരു മരിച്ച സ്ഥലത്ത് അവരുടെ ഖബറിൽ ഒരു കെട്ടിടം എടുക്കാൻ നമുക്ക്, അവരെ ഓർക്കാൻ എന്നൊരു കൂട്ടർ പറഞ്ഞു. وقال الذين غلبوا على امرهم, എന്നാൽ പറഞ്ഞു الذين غلبوا على امرهم, അവരുടെ കാര്യത്തിൽ വിജയിച്ചവർ എന്ന് പറഞ്ഞാൽ ഇബ്നു കസീർ പറഞ്ഞു അസ്ഹാബുൻ നുഫൂദ്, അസ്ഹാബുൽ ഖൗലി അസ്ഹാബുൽ കലിമത്തി വൻ നുഫൂദ്, അവിടെ മേൽക്കോയ്മ ഉണ്ടായിരുന്ന ആളുകൾ, അവിടുത്തെ വാക്കിന് ശക്തി ഉണ്ടായിരുന്ന ആളുകൾ, അവർ പറഞ്ഞു ലനത്തഖിദന്ന, നമ്മൾ നിർമ്മിക്കുക തന്നെ ചെയ്യും, അലൈഹിം, അവർക്ക് മുകളിൽ, മസ്ജിദ, മസ്ജിദ് നിർമ്മിക്കും അവരുടെ ഖബറിന് മുകളിൽ. അങ്ങനെ അതാണ് അവസാനം നടന്നത്. യഥാർത്ഥത്തിൽ ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ഇബ്നു ജരീർ അത്ത്-തബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ റിവായത്ത് ചെയ്തു. ഈ വാക്ക് പറഞ്ഞത് അദുവുഹും, അവരുടെ ശത്രുക്കളായിരുന്നു. ഈ ആളുകളുടെ, ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ ആളുകൾ, അവരുടെ ആശയത്തിനെതിരുണ്ടായിരുന്ന ആളുകൾ, അവരുടെ അദു ആണ് യഥാർത്ഥത്തിൽ ഈ അഭിപ്രായം പറഞ്ഞത്. അതാണ് നടപ്പിലായത്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇതാകട്ടെ നമ്മുടെ ശരീഅത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുള്ള കാര്യം. എന്നാൽ ബിനാഉ അലൽ ഖുബൂർ, ഖബറിന്റെ മുകളിൽ എടുപ്പെടുക്കാനുണ്ട്. മുസ്ലിം റഹിമഹുല്ലാഹ് അദ്ദേഹം റിവായത്ത് ചെയ്തു, ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുജസ്സസൽ ഖബർ വഅൻ യുഖഅദ അലൈഹി വഅൻ യുബ്ന അലൈഹി, ഖബറിന്മേൽ എടുപ്പെടുക്കുന്നത്, കുമ്മായമിടുന്നത്, അതിന്മേൽ ഇരിക്കുന്നത്, ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. അലി ഇബ്നു അബി താലിബ്, അതിന്റെ തൊട്ടടുത്ത ഹദീസിൽ കാണാം, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അബുൽ ഹയ്യാജ് അൽ അസദി എന്ന തന്റെ സൈന്യാധിപനോട് അലി റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ പറഞ്ഞു, അലാ അബഅതുക അലാ മാ ബഅതനി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാ തദ്അ തിംസാലൻ ഇല്ലാ തമസ്ത വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈത. അല്ലാഹുവിന്റെ റസൂൽ എന്നെ അയച്ച കാര്യത്തിൽ ഞാൻ താങ്കളെയും അയക്കട്ടെ, ഒരു തിംസാൽ, ഒരു രൂപവും വിട്ടേക്കരുത്, ഇല്ലാ തമസ്ത, അത് മായ്ച്ചു കളഞ്ഞിട്ടല്ല, അത് നീക്കിയിട്ടല്ല, വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈത, ഒരു പൊങ്ങി നിൽക്കുന്ന ഖബറും വിടരുത്, ഇല്ല സൗവൈതഹു, അത് നിരപ്പാക്കാണ് എന്ന് പറഞ്ഞാൽ ഒരു ശിബർ, ഒരു ചാണിന് മുകളിൽ ഖബർ ഉയർത്തുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഠിനമായി വിരോധിച്ചിരിക്കുന്നു. അത് ഉമ്മു സലമ, ഉമ്മു ഹബീബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 ഭാര്യമാർ, ഇവർ 2 പേരും മുമ്പ് ഹബശയിലേക്ക്, അബ്സീനയിലേക്ക് ഹിജറ പോയ കൂട്ടത്തിലുണ്ടായിരുന്നു. അബ്സീനിയ നസ്രാനികളുടെ നാട്.
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗാവസ്ഥയിൽ കിടക്കുമ്പോൾ ഈ രണ്ടുപേരും ഹബശയിൽ അവർ കണ്ട ചില കെനീസകൾ, നസ്രാനികളുടെ കെനീസകളെ കുറിച്ച് പറഞ്ഞു, അവരുടെ ചർച്ചുകൾ, അവിടെയുള്ള രൂപങ്ങളെ കുറിച്ച് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഉലൈകി ഇദാ കാന ഫീഹിം الرجل الصالح فمات بنوا على قبره مسجدا وصوروا فيه تلك الصور أولئك شرار الخلق عند الله. അവർ ഒരു കൂട്ടരാണ്. അവർ സാലിഹായ ഒരു മനുഷ്യൻ മരിച്ചുപോയാൽ അയാളുടെ ഖബറിന്റെ മുകളിൽ അവർ എടുപ്പുണ്ടാക്കും. വസവ്വറു ഫീഹി തിൽക സുവർ, എന്നിട്ട് അവിടെ അവർ പല രൂപങ്ങളും ഉണ്ടാക്കും. ഉലൈകി ശിറാറുൽ ഖൽഖ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ശർറായ ആളുകളാണ് അവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവിടുത്തെ രോഗത്തിലാണിത്. അതുപോലെ ജുന്ദുബ് ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു, ജുന്ദുബ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് 5 ദിവസം മുമ്പ് റസൂലുള്ളാഹി പറയുന്നത് ഞാൻ കേട്ടു. എന്താണ്? അലാ ഇന്ന മൻ കാന ഖബ്ലകും കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം വസാലിഹീഹിം മസാജിദ അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ ഇന്നി അൻഹാകും അൻ ദാലിക്. നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് തുടങ്ങിയത് അലാ എന്ന് പറഞ്ഞിട്ടാണ്. അലാ എന്നാൽ ശ്രദ്ധ ക്ഷണിക്കാനുള്ള, മുന്നറിയിപ്പ് കൊടുക്കാനുള്ള ഒരു വാക്കാണ്. നിങ്ങൾക്ക് മുമ്പുള്ളവർ എന്ത് ചെയ്തു? അവരുടെ അമ്പിയാക്കളുടെയും സാലിഹുകളുടെയും ഖബറിന്റെ മുകളിൽ ഖബർ മസ്ജിദാക്കി, ഖബറുകൾ മസ്ജിദാക്കി. അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ, അറിയണം നിങ്ങൾ ഖബറുകൾ മസ്ജിദുകളാക്കരുത്. ഇന്നി അൻഹാകും അൻ ദാലിക്, ഞാൻ നിങ്ങൾ അതിൽ നിന്ന് വിരോധിക്കും. 3 രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. ഒന്ന് പഴയ ആളുകൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു, നിങ്ങളങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളോടത് വിലക്കുന്നു എന്ന് പറഞ്ഞു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് 5 ദിവസം മുമ്പാണ്. തീർന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അവസാന രോഗത്തിലായിരിക്കെ അവിടുന്ന് ഒരു തുണിയെടുത്ത് മുഖത്തേക്ക് ഇങ്ങനെ ഇടുന്നുണ്ട്, വെള്ളത്തിൽ മുക്കി തുണിയെടുക്കും. എന്നിട്ട് ശ്വാസം കിട്ടാതാകുമ്പോൾ അത് പുറത്തേക്ക് എടുക്കും, വീണ്ടും അവിടുന്ന് മുഖത്തേക്ക് ഇടും. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. യഹൂദി നസ്രാനികൾ അല്ലാഹു ശപിക്കട്ടെ, അവരുടെ നബിമാരുടെ ഖബറുകളെ അവർ മസ്ജിദുകളാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് പറഞ്ഞത്? യുഹദ്ദിറു മിസ്ല അല്ലദീ സനഉ, അവർ ചെയ്തതുപോലെ ചെയ്യാതിരിക്കാൻ ജനങ്ങളെ താക്കീത് ചെയ്യുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് വലൗലാ ദാക ലഉബ്രിസ ഖബ്റുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, റസൂലുള്ളാഹി അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവിടുത്തെ ഖബർ പുറത്തെവിടെയെങ്കിലും ആക്കിയേനെ. പക്ഷേ ഖശിയ അൻ യുത്തഖദ മസ്ജിദ ഔ ഖുശിയ അൻ യുത്തഖദ മസ്ജിദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ഭയപ്പെട്ടു അത് മസ്ജിദാക്കപ്പെട്ടേക്കുമോ എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, അല്ലാഹു എന്റെ ഖബറിനെ നീ ഇബാദത്ത് ചെയ്യപ്പെടുന്ന ഒരു ബിംബമാക്കല്ലേ എന്ന് അല്ലാഹു ആ ദുആക്ക് ഉത്തരം ചെയ്തിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ നൂനിയ എന്ന ശിഅറിൽ കവിതയിൽ പറഞ്ഞു, فأجاب رب العالمين دعاءه فأحاطه بثلاثة الجدران. الله رب العالمين رسول الله ആ ദുആക്ക് ഉത്തരം നൽകി. 3 മതിലുകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖബറിനെ സംരക്ഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ മസ്ജിദായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ മസ്ജിദായിട്ടുണ്ടെന്ന് പറയുന്നത് കളവാണ് മസ്ജിദായിട്ട്. ഷെയ്ഖ് സാലിഹ് ആലു ഷെയ്ഖ് ഹഫിളഹുല്ലാഹ്, വളരെ മഹാനായ ഇന്നും ജീവിച്ചിരിക്കുന്ന സൗദി അറേബ്യയിലെ അവിടുത്തെ ഔഖാഫ് മന്ത്രിയാണ് വസീറു ശുഊനിൽ ഇസ്ലാമിയ്യത്ത് വൽ ഔഖാഫ് വദ്ദഅവത്ത് വൽ ഇർശാദ്. അദ്ദേഹം കിതാബ് തൗഹീദിന്റെ ഷറഹിൽ അദ്ദേഹത്തിന്റെ ഒരു ഷറഹിൽ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ അത് നല്ല തഅമ്മുൽ, നല്ല ചിന്തയില്ലാത്ത ഒരാൾ അത് കണ്ടാൽ ചിലപ്പോൾ തോന്നുന്ന മസ്ജിദിന്റെ അകത്താണ്, യഥാർത്ഥത്തിൽ മസ്ജിദിന്റെ അകത്താണ്, പുറത്താണ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഖബറടക്കാനുള്ള ഒരു കാരണം എന്താ? നബിമാരെല്ലാം അവർ വഫാത്തായ സ്ഥലത്താണ് ഖബറടക്കേണ്ടത്. 2 ഇതും അവർ മസ്ജിദാകാതിരിക്കാൻ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറുള്ളത്. അപ്പോൾ ഖബറിന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിനുള്ളിലാണ് ഖബറുള്ളത്, അതിന് മുകളിൽ എടുപ്പില്ല. റസൂലുള്ളാഹിന്റെ ഖബർ കണ്ട സഹാബത്ത് പറഞ്ഞിട്ടുണ്ട് അതൊരു ചാണാണ് ഉയർത്തിയിട്ടുള്ളത്. ഇമാം മാലിക്കിന്റെ മുവത്തയിൽ റിവായത്ത് വന്നിട്ടുണ്ട്.
റസൂലുള്ളാഹിന്റെയും അവിടുത്തെ രണ്ട് സാഹിബുകളുടെയും റളിയല്ലാഹു അൻഹുമാ. പിന്നീട് എന്തുണ്ടായി? അത് ആ താബിഈകളുടെ കാലത്ത് വലീദ് ഇബ്നു അബ്ദുൽ മലിക് എന്ന ഖലീഫ എന്ത് ചെയ്തു? മസ്ജിദ് വികസിപ്പിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ ഖബർ എവിടെയാണുള്ളത്? മസ്ജിദിന്റെ ഏറ്റവും മുൻപിൽ ഏറ്റവും ഇടതുഭാഗത്ത് അവിടെയാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്. ഉമറിന്റെയും ഉസ്മാന്റെയും കാലത്ത് റളിയല്ലാഹു അൻഹുമാ മസ്ജിദ് വികസിപ്പിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ വീട്ടിന്റെ പിൻഭാഗത്തേക്ക് വികസിപ്പിച്ചിട്ടില്ല. മുന്നിലേക്കും പിന്നിലേക്കും മാത്രമേ വികസിപ്പിച്ചിട്ടുള്ളൂ. അവർ എവിടെയുള്ളത്? മസ്ജിദിന്റെ മുൻപിൽ ഏറ്റവും അടുത്തുമാണ്. അങ്ങനെയാണുള്ളത്. പിന്നീട് വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിന്റെ കാലത്ത് എന്ത് ചെയ്തു? അന്ന് താബികൾ, കിബാറുകളായ താബികൾ ജീവിച്ചിരിപ്പുണ്ട്. എന്താണ് ചെയ്തത്? വലീദ് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ പിൻഭാഗം അഥവാ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിൻഭാഗത്ത് പിറകിൽ മസ്ജിദ് ഇടതുഭാഗത്തേക്ക് വീണ്ടും നീട്ടി. ഇപ്പൊ എവിടെയുള്ളത് മസ്ജിദ്? അവിടെ തന്നെ അതേ സ്ഥാനത്ത് തന്നെ. റസൂലുള്ളാഹിന്റെ ഖബറിന്റെ വലതുഭാഗത്ത് മസ്ജിദാണ്. അത് മുമ്പേ അങ്ങനെ തന്നെയാണ്. മുന്നിൽ മസ്ജിദില്ല, ഇടതുഭാഗത്ത് മസ്ജിദില്ല. പിന്നെ എവിടെയുള്ളത്? പിന്നിൽ മസ്ജിദുണ്ട്. പക്ഷെ എന്ത് ചെയ്തു? അവർ ആ ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന് പിന്നിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിന്റെ മതിലുണ്ടല്ലോ, വീട്ടിന്റെ ചുമര്, അതുള്ളത് കൂടാതെ മറ്റൊരു മതിൽ കൂടി ഉണ്ടാക്കി. എങ്ങനത്തെ ആകൃതിയിലാണ്? ത്രികോണാകൃതിയിലാണ് ഉണ്ടാക്കി. പിന്നിലേക്ക് അതിന്റെ കൂർത്ത ഭാഗം എന്ന് പറഞ്ഞാൽ പിന്നിൽ ഒരാൾക്ക് നിന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലേക്ക് തിരിച്ചെടുക്കാൻ കഴിയൂല. രണ്ട് ചുമരുകൾക്കുള്ളിലാണുള്ളത്, അകന്നിട്ടാണുള്ളത്. അങ്ങനെയാണുള്ളത്. പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം മൂന്നാമതൊരു ചുമര് കൂടി അതിന്റെ ചുറ്റും വന്നു. എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ? മസ്ജിദായിട്ടുള്ള മസ്ജിദാണ്. അവിടെ കണ്ടു പോയവർക്കറിയാം. പിന്നുള്ളത് ആകുള്ള ഒരു ശക്കണ്ട. പിന്നീട് വളരെ പിൽക്കാലത്തിന് ശേഷം തുർക്കികൾ, ഖുറാഫികളായ തുർക്കികൾ, അവർക്ക് സൗദിയുടെ ഭരണം കിട്ടിയപ്പോൾ, അവിടുത്തെ അറേബ്യയുടെ ഭരണം കിട്ടിയ കാലത്ത് അവരെന്ത് ചെയ്തിട്ടുണ്ട്? മസ്ജിദിന്റെ മുൻഭാഗം, ഈ ഖബറിന്റെ മുൻഭാഗം അവിടെ എന്താക്കി? ഒരു വഴി ഉണ്ടാക്കി. അതാണ് പോയവർക്കറിയാം. അതിലാണ് നമ്മൾ ഖബർ നോക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്നത്. ആ വഴി അതെന്തിനാണ് ഈ ഖുറാഫികളായ തുർക്കികൾ ഉണ്ടാക്കിയിട്ടുള്ളത്? ഏതെങ്കിലും ഒരു ചുറ്റി വളർച്ച് തവാഫ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം. സാലി അൽഷേഖ് പറയുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇന്ന് അൽഹംദുലില്ലാഹ് സൗദി ഭരണകൂടം അവിടെ എന്ത് ചെയ്യുന്നില്ല? നിസ്കാരത്തിന് സമയത്ത് അവിടെ നിസ്കാരം അനുവദിക്കില്ല. അവരുടെ മുൻഭാഗത്ത് ആ ചെറിയ നടക്കാനുള്ള വഴി മാത്രം, അവിടെ നിസ്കാരം അനുവദിക്കുകയില്ല. അത് മസ്ജിദിന്റെ കൂട്ടത്തിൽ കൂട്ടാൻ കഴിയുകയില്ല എന്നാണ് സാലിഹ് അലി ഷേഖ് പറഞ്ഞത്. ഇതുകൂടാതെ ഈ 3 ചുമരുകൾ കൂടാതെ ഇരുമ്പിന്റെ മറ്റൊരു ഗേറ്റ് വേറെയുണ്ട്, 4ാമത്. അതിന്റെ ഉള്ളിലുള്ള മതിലിനുമിടയിൽ 1 മീറ്റർ 1.5 മീറ്ററോളം വീതി ഉണ്ടെന്നാണ് സാലിഹ് അലി ഷേഖ് ഹഫളഹുല്ലാഹ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ മസ്ജിദായിട്ടില്ല, അത് ജനങ്ങൾ നിസ്കരിക്കുന്നതിന്റെ എത്രയോ അകലെയാണ്, എത്രയോ ഉള്ളിലാണ് ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സംരക്ഷിച്ചിട്ടുണ്ട്. അതാണ് അതിൽ ഏറ്റവും സഹീഹായ ഖൗൽ, ഏറ്റവും ശരിയായ ആ വിഷയത്തിലുള്ള മറുപടി. അതാണ് ഇത് പറഞ്ഞത് നമ്മളല്ല, മനുഷ്യ നാട്ടിലെ മന്ത്രിയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു മന്ത്രിയല്ല, ഒരു ആലിമായ അവിടുത്തെ വസീർ സാലിഹ് അൽ ഷൈഖ് ഹഫളഹുല്ലാഹ്. അപ്പൊ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറുകൾ മസ്ജിദാക്കുന്നത് കഠിനമായി വിരോധിച്ചു അവിടുത്തെ അവസാനത്തെ രോഗത്തിൽ. എന്ന് പറഞ്ഞാൽ ആ നിയമം പിന്നീട് നസ്ഖ് ചെയ്യില്ല. ഇസ്ലാമിൽ ആദ്യം കണ്ടുകൂടി ഹലാലായിരുന്നു, അല്ലാഹു അത് ഹറാമാക്കി. ഖബർ സിയാറത്ത് ആദ്യം ഹറാമായിരുന്നു, പിന്നെ ഹലാലാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നിയമം പിന്നീട് ദുർബലപ്പെടുത്തപ്പെട്ടിട്ടില്ല. എന്താ കാരണം? റസൂലുള്ളാഹിന്റെ അവസാനത്തെ വസിയ്യത്താണ്. കാരണം ഈ ഉമ്മത്ത് പിഴച്ചു പോകുക ആ വഴിക്കാൻ, പഴയ കാലത്തെ ആളുകൾ പിഴച്ചുപോയത് ഈ വഴിക്കാൻ മസ്ജിദുകൾ ഖബറാക്കി. ഇനി നോക്കുക, ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചത് ആരെയാണ്? ഖബർ മസ്ജിദാക്കുക എന്ന് പറഞ്ഞാൽ ഖബറിന്റെ അടുത്ത് ആരാ ഇബാദത്ത് ചെയ്യുന്നത്? അള്ളാഹ് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിന്റെ ശാപമുണ്ടെന്ന് പറഞ്ഞു. ആരെ? ഖബറിന്റെ അടുത്ത് അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്ന ആളുകളെ. എന്താണ് കാരണം? അത് ശിർക്കിലേക്കുള്ള വസീലയാണ്. പിന്നീട് അത് ശിർക്കിലേക്ക് എത്തിക്കും. അപ്പൊ പിന്നെ ഖബറാളിക്ക് സുജൂദ് ചെയ്യുന്നവന്റെ അവസ്ഥ എന്താണ്? ഖബറാളിയെ ഇലാഹാക്കിയവന്റെ അവസ്ഥ എന്താണ്? ശപിച്ചത്, ശാപം മുഴുവൻ ആർക്കാണ്? ഖബർ മസ്ജിദാക്കിയ. മസ്ജിദ് പറഞ്ഞാൽ വിഭജനല്ല, ഖബറാളിക്കല്ല, അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാനുള്ള സ്ഥലം എന്നാണ്. അവനെ ശപിച്ചെങ്കിൽ അവിടെ പിന്നെ ഖബറാളിയെ ഇബാദത്ത് ചെയ്യുന്നവൻ അവരോട് ഇസ്തിഗാസ നടത്തുന്നവന്റെ അവസ്ഥ എന്തായിരിക്കും? നഊദു ബില്ലാഹ്. അള്ളാഹു ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ സഹായം ഒരിക്കലും ഈ ഉമ്മത്തിന് ഉണ്ടാവുകയില്ല.
ഈ ദർഗകൾ മുസ്ലിമീങ്ങൾ തല്ലിപ്പൊളിച്ചാലല്ല. മുസ്ലിമീങ്ങൾ അത് ഉപേക്ഷിക്കുക. അവരുടെ കൽബിന് ആദ്യം അത് പൊളിക്കണം. എന്നാൽ മാത്രമേ അവർ സ്വയം അത് പൊളിക്കുകയുള്ളൂ. മുസ്ലിമുകളുടെ കൽബിൽ നിന്ന് തകരണം. എന്നാൽ മാത്രമേ അവർ ഈ ഷിർക്കിന്റെ കേന്ദ്രങ്ങൾ തകർക്കുകയുള്ളൂ. അത് മുസ്ലിം ഉമ്മത്ത് ഒഴിവാക്കിയാലല്ല അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവില്ല. ഇങ്ങനെ ഇസ്ലാം ദീനിന് നേരെ എതിരാണ്, ബിംബാരാധനയാണ് ഈ ഖബറിനെ പൂജിക്കാന്നുള്ളത്. അതുണ്ടായിരിക്കും എങ്ങനെ മുസ്ലിം ഉമ്മത്തിന് അള്ളാഹിന്റെ സഹായം ഉണ്ടാകാനാണ്? മുസ്ലിം ഉമ്മത്തിന് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകാൻ അവർ തൗഹീദിലേക്ക് തിരിച്ചു വരണം. അള്ളാഹു മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന ഇസ്ലാമിന്റെ ഔവലു കലിമ, അതിലേക്ക് അവർ തിരിച്ചു വരണം. എന്നാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. അള്ളാഹു മുസ്ലിം ഉമ്മത്തിനെ തൗഹീദിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസുകൾ വിളക്കിയിട്ടുണ്ട്. ഇസ്തദ്ദ ഗളബുല്ലാഹി അലാ ഖൗമിൻ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. അള്ളാഹുവിന്റെ കോപം കഠിനമായിരിക്കുന്നു ഖബറുകൾ മസ്ജിദുകളായ ആളുകൾക്കെതിരെ. ഇങ്ങനെ എമ്പാടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ ഉണ്ട്. ആദ്യത്തെ ശിർക്ക് തുടങ്ങിയത് ഖബറിങ്കലാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗം വദ് സുവാഇ യഹൂദ് യഹൂദ് നസർ, ഈ 5 ആളുകളുടെ അവരെ ഇബാദത്ത് ചെയ്യാൻ തുടങ്ങിയവര് ആദ്യം അവരുടെ ഖബറുണ്ടാക്കി അവിടെ ഇരുന്ന്. പിന്നെയാണ് അത് ബിംബമായി മാറിയത്. സഹാബത്ത് റളിയല്ലാഹു അൻഹും താബികൾ അവരുടെ ഒക്കെ ഖൗലാണ്. അപ്പൊ ഈ ആയത്തിൽ ഈ ചെയ്തിട്ടുള്ള ആളുകൾ അവർ അവരുടെ ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ ശത്രുക്കളായിരുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖൗൽ വന്നിട്ടുണ്ട്. അല്ലാഹു പറയുന്നു, സയഖൂലൂന സലാസത്തുൻ റാബിഉഹും കൽബുഹും വയഖൂലൂന ഖംസത്തുൻ സാദിസുഹും കൽബുഹും റജ്മൻ ബിൽ ഗൈബ് വയഖൂലൂന സബ്അത്തുൻ വസാമിനുഹും കൽബുഹും ഖുൽ റബ്ബി അഅലമു ബിഇദ്ദതിഹിം മാ യഅലമുഹും ഇല്ലാ ഖലീൽ ഫലാ തുമാരി ഫീഹിം ഇല്ലാ മിറാഅൻ ളാഹിറ വലാ തസ്തഫ്തി ഫീഹിം മിൻഹും അഹദ. സയഖൂലൂന, അവർ പറയും, അതായത് അഹ്ലുൽ കിതാബ് പറയും. യഹൂദികളാണല്ലോ ആദ്യം ഈ അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി നബിയുടെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചത്. നമ്മൾ പറഞ്ഞല്ലോ. അവർ പറയും സലാസത്തുൻ, അവരുടെ എണ്ണം മൂന്നാണ്. ഗുഹാവാസികൾ എത്ര ആളുകളാണ്? 3 ആളുകളാണ്. റാബിഉഹും കൽബുഹും, 4ാമത്തേത് അവരുടെ കെൽബും നായയും. വയഖൂലൂൻ, അതുപോലെ അവർ പറയും, അവർ വേറെ ഒരു കൂട്ടർ പറയും ഖംസത്തുൻ, അവരുടെ എണ്ണം 5ആണ്. സാദിസുഹും കൽബുഹും, 6ാമത്തേത് അവരുടെ നായ. അള്ളാഹു പറയുന്നു റജ്മൻ ബിൽ ഗൈബ്. ഇതെന്താണ്? റജ്മൻ ബിൽ ഗൈബ്, ഗൈബിലേക്ക് റജ്മാൻ. റജ്മൻ എന്നാൽ എറിയുക എന്ന് പറഞ്ഞാൽ ഇബ്നു കസീർ പറഞ്ഞു, ഇത് അയാൾക്ക് അറിയാത്തൊരു സ്ഥലത്തേക്ക് എറിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ്. അത് കൊണ്ടാലും അവന്റെ ഉദ്ദേശത്തിൽ കൊണ്ടതല്ല, കൊണ്ടുപോകാനാണ് എന്ന് അള്ളാഹു ഇവരുടെ ഈ ഖൗലിനെ ആക്ഷേപിച്ചു പറഞ്ഞു. അങ്ങനെ പറയാൻ പാടില്ല. സലാസത്തു റാബിഉഹും കൽബുഹും വയഖൂലൂന ഖംസത്തു സാദിസുഹും കൽബുഹും എന്ന് അവർ പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു വയഖൂലൂന, അവരിൽ ചിലർ പറയുന്നു സബഅത്തുൻ, അവർ 7 പേരാണ്. സാമിനുഹും കൽബുഹും, 8ാമത്തേത് അവരുടെ നായയും. ഈ അഭിപ്രായത്തെ അള്ളാഹു ഒന്നും പറഞ്ഞില്ല. ആദ്യത്തെ 2 അഭിപ്രായത്തിൽ എന്ത് പറഞ്ഞു? റജ്മൻ ബിൽ ഗൈബ്, അത് ഗൈബിൽ എറിയലാണ്, അറിയാത്തത് പറയലാണ്. അവർ 7 പേരും നായ 8ാമത്തതും എന്ന് പറഞ്ഞവരെ കുറിച്ച് അള്ളാഹു ഒന്നും പറഞ്ഞില്ല. ഖുൽ, നീ പറയുക, ഓ നബിയെ താങ്കൾ പറയുക, റബ്ബി അഅലമു ബിഇദ്ദതിഹിം, എന്റെ റബ്ബിനാണ് അവരുടെ എണ്ണം അറിയുക. ലാ യഅലമുഹും മാ യഅലമുഹും, അവരുടെ എണ്ണം അറിയില്ല. ഇല്ലാ ഖലീലുൻ, കുറച്ചു പേർക്കല്ലാതെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ആ കുറച്ചു പേരിൽ ഒരാളാണ്. ഹും സബ്അ, അവർ 7 പേരാണ്. അപ്പൊ അവർ 7 പേരാണ് എന്നതാണ് ശരിയായ അഭിപ്രായം. ഈ ആയത്തിൽ തെളിവുണ്ട്. അറിയാത്തത് നമ്മൾ പറയരുത്. അറിയാത്തത് പറയുന്നതിനെ അള്ളാഹു ആക്ഷേപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ദീനിന്റെ കാര്യത്തിൽ ലാ അദ്രി, അറിയാത്ത കാര്യങ്ങൾ ഒരാൾ ചോദിച്ചാൽ അറിയില്ല എന്ന് പറയുക. അള്ളാഹുവിന്റെ പേരിൽ അറിയാത്തത് പറയാൻ വലിയ തെറ്റാണ്. ഫലാ തുമാരി ഫീഹിം, ഓ നബിയെ ഫലാ തുമാരി ഫീഹിം, ലാ തുമാരി, താങ്കൾ മിറാഇൽ ഏർപ്പെടരുത്, അഥവാ തർക്കിക്കരുത്. ഫീഹിം, അവരുടെ കാര്യത്തിൽ അസ്ഹാബുൽ കഹ്ഫിന്റെ കാര്യത്തിൽ നീ അഹ്ലുൽ കിതാബിനോട് തർക്കിക്കരുത്. ഇല്ലാ മിറാഅൻ ളാഹിറ, ളാഹിറായ ഒരു തർക്കം ഒഴികെ. ളാഹിറായ തർക്കം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മുഫസ്സിറുകൾ പറഞ്ഞു, നിനക്കറിയുള്ളത് നീ പറയും. എന്നിട്ട് അവരെന്തെങ്കിലും പറഞ്ഞാൽ ഇങ്ങനെ മാത്രം, ലൈസ കമാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നത് പോലെയല്ല. എന്നിട്ട് അള്ളാഹു പറഞ്ഞത് പറഞ്ഞു കൊടുക്കുക. ഇതാണ് മിറാഅുല്ലാഹി. ഇത് ഏത് മുസ്ലിമീങ്ങളും പാലിക്കേണ്ട നിയമമാണ്. അനാവശ്യമായ തർക്കം അത് കൽബ് മരിപ്പിച്ചു കളയും, കൽബിനെ രോഗമുണ്ടാക്കും.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മുമ്പ് ഒരു ഖൗമും നശിച്ചിട്ടില്ല ഇല്ല ഊതുൽ ജദൽ, തർക്കിച്ചിട്ടല്ല, തർക്കത്തിലാണ് ആളുകൾ നശിച്ചുപോയത് എന്ന് പറഞ്ഞാൽ ചില ആളുകളുണ്ടാവും അവർ ഹക്ക് സ്വീകരിക്കാൻ, സത്യം മനസ്സിലാക്കാൻ സ്വീകരിക്കാൻ തയ്യാറുള്ള ആളുകളായിരിക്കും. അവരോട് മനസ്സിലാകും എന്ന് തോന്നുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക, മിതമായ രൂപത്തിൽ അവരോട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. പക്ഷെ ചില ആളുകളുണ്ടാവും അവരുടെ ഉദ്ദേശം തർക്കം മാത്രമായിരിക്കും. അത് ബുദ്ധിയുള്ള ആളുകൾ പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനത്തെ ആളുകൾ ഇവൻ പഠിക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല, ജയിക്കാൻ വേണ്ടി പറയുന്നതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയയിൽ ഗ്രൂപ്പുകളിലൊക്കെ ജനങ്ങൾ തർക്കിക്കുന്നത് പോലെ അധികം ജയിക്കാൻ വേണ്ടിയാണ്, വേറൊന്നുമല്ല. ആളുകളുടെ മുന്നിൽ ഞാൻ തോൽക്കരുത് എന്ന് മാത്രമായിരിക്കും അവരുടെ വിചാരം. അങ്ങനെയുള്ളവരോട് തർക്കിച്ചിട്ട് യാതൊരു കാര്യമില്ല, നമ്മുടെ കൽബ് കിടക്കാവും, നമ്മുടെ നാവ് മോശമാകും. ഇല്ല നീ അവരിൽ ഒരാളോടും ഫത്വ ചോദിക്കരുത്, അഹ്ലുൽ കിതാബിനോട് ഒരുവരോടും നീ ഫത്വ ചോദിക്കരുത്. മിൻഹും ഫീഹിം മിൻഹും അഹദ, അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് അവരോട് ഒരാളോട് നീ ചോദിക്കരുത്. കാരണം അവർ ഇൽമില്ലാതെ പറയുന്ന ആളുകളാണ്. അള്ളാഹു നിനക്ക് പറഞ്ഞു തന്നത് നിനക്ക് ധാരാളമാണ്. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ, വലാ തഖൂലന്ന, നീ ഒരിക്കലും പറയരുത്, ലിശൈഇൻ എന്തെങ്കിലും ഒരു കാര്യം, ഇന്നി ഫാഇലുൻ ദാലിക ഗദാ, ഞാനത് നാളെ ചെയ്യുമെന്ന്, ഇല്ലാ അൻ യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാലല്ല. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇവരെ കുറിച്ചുള്ള വിവരം ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നാളെ പറഞ്ഞു തരാം. ചരിത്രത്തിൽ വന്നതാണ്, ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ മറന്നുപോയി എന്ന്. അപ്പൊ അത് ചെയ്യരുത് എന്നതിനുള്ള സൂചനയാണ് ഇൻഷാ അല്ലാഹ് എന്ന് പറയുക. ആ കലിമത്തിൽ ഒരുപാട് ബറക്കത്തുണ്ട്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്താണ് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ ആരാണ്? സുലൈമാൻ ഇബ്ൻ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം. സുലൈമാൻ നബി ഒരിക്കൽ പറഞ്ഞു, ലഅതൂഫന്ന الليلة على 100 امرأة، ലഅതൂഫന്ന الليلة على 100 امرأة, ഞാൻ എൻ്റെ 100 ഭാര്യമാരുടെ അടുത്തേക്ക് ഇന്ന് രാത്രി ചെല്ലും. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം എത്ര ഭാര്യമാരുണ്ടായിരുന്നു? 100 അതിലധികമോ? കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാലത്ത് അവർക്ക് അങ്ങനെയായിരുന്നു അനുവദിച്ചിരുന്നത്. അല്ലാഹുവാണ് അറിയുന്നത് നമുക്ക് എത്ര ഭാര്യമാരാവാം, എത്രക്ക് മുകളിൽ പാടില്ല. നമ്മൾ പഠിച്ച റബ്ബിനാണ് അറിയുന്നത്, മനുഷ്യർക്കല്ല. ആളുകൾക്ക് അതറിയില്ല. ആളുകൾ തീരുമാനിച്ചാൽ അത് ബാത്തിലാണ്. അള്ളാഹുവിനാണ് തീരുമാനിക്കാനുള്ള അവകാശം. അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് പുരുഷൻ എത്ര വരാവാം. കാരണം അള്ളാഹുവാണ് ആണിനെയും പെണ്ണിനെയും പഠിച്ചത്. അള്ളാഹുവാണ് അവർക്ക് എന്താണ് ഹൈർ എന്ന് അറിയുന്നത്. അപ്പോ അള്ളാഹുവിന്റെ നിയമത്തിന് ഇതിൽ പറഞ്ഞിരുന്ന കാഫിറുകൾ അവർക്ക് എന്താണ് നമുക്ക് പകരം പറഞ്ഞു തരാനുള്ളത്? അവരെ പോക്കറ്റ് നിർത്തണോ? ആർക്ക് വേണം? നമുക്ക് അവിടെ റബ്ബ് പറഞ്ഞ നിയമമുണ്ട്. ഇതിൽ മുസ്ലിമീങ്ങൾ അഭിമാനമുള്ളവരായിരിക്കും. നമ്മുടെ റബ്ബിന്റെ ദീനിലാണ്, അവരവരുടെ ഹവയിൽ അവരുടെ തോന്നിവാസത്തിന്റെ ദീനിലാണ്. പഴയ കാലത്ത് അല്ലാഹു 100 ഭാര്യമാരെ വരെ അവർക്ക് അനുവദിച്ചിരുന്നു. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറയാം, ഞാൻ ഇന്ന് 100 ഭാര്യമാരുടെ അടുത്തേക്ക് ഞാൻ ചെല്ലും, 100 പേരുമായി ഞാൻ ബന്ധപ്പെടും. എന്നിട്ട് എന്തുണ്ടാകും? സുലൈമാൻ നബി പറയുകയാണ്, തലിദു കുല്ലു ഇംറഅത്തിൻ മിൻഹുന്ന ഗുലാമൻ യുഖാതിലു ഫീ സബീലില്ലാഹ്, 100 പേരും ഓരോ കുട്ടിയെ പ്രസവിക്കും. അവർ 100 പേരും അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യും, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോ സുലൈമാൻ നബിയുടെ കൂടെയുള്ളയാൾ സുലൈമാൻ നബിയോട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് എന്ന് പറയാം. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം അത് പറഞ്ഞില്ല. ഒരിക്കൽ മറന്നുപോയി, അല്ലെങ്കിൽ എന്തോ വേറെ എന്തെങ്കിലും ശുഭലായിപ്പോയി, അവിടുന്ന് പറഞ്ഞില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫതാഫ ബിഹിന്ന ഫലം യലിദ് മിൻഹുന്ന ഇല്ല ഇംറഅതു വാഹിദ, എല്ലാ ഭാര്യമാരുടെ അടുത്തേക്കും ചെന്ന് വന്ന രാത്രി ആരും പ്രസവിച്ചിട്ടില്ല, ഒരു പെണ്ണൊഴികെ. അവൾ പ്രസവിച്ചത് തന്നെ നിസ്ഫ ഇൻസാൻ, ചാപിള്ളയാണ് പ്രസവിച്ചത്, പകുതി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ റബ്ബ് തന്നെ സത്യം, ലൗ ഖാല ഇൻഷാ അല്ലാഹ് വലഖാതലു ഫീ സബീലില്ലാഹി ഫുർസാനൻ അജ്മഊൻ, സുലൈമാൻ നബി ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ 100 കുതിരപ്പടയാളികൾ ഉണ്ടാകുമായിരുന്നു, 100 ഭാര്യമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അള്ളാഹുവിന്റെ അമ്പിയായിന് കൂടുതൽ ഖുവ്വത്തുണ്ടായിരുന്നു. എങ്ങനെയാണ് രാത്രി 100 ഭാര്യമാരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക? അള്ളാഹുവിന്റെ അമ്പിയ കൂടുതൽ ഖുവ്വത്തുള്ള ആളായിരുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ ഒരു ദിവസം നബി അവിടുത്തെ എല്ലാ ഭാര്യമാരുടെ അടുത്തേക്ക് ഒറ്റ ദിവസം ചെന്നിരുന്നതാണ്. ഒരു ദിവസം, എല്ലാ ദിവസം അങ്ങനെയാണെന്നാണ്.
അനസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, അതിന് സാധിക്കുമോ നബിക്ക്? ഒരാൾക്ക് അങ്ങനെ ശക്തി ഉണ്ടാവും? അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ പറയാറുണ്ട് റസൂലുള്ളാഹിക്ക് 30 പേരുടെ ശക്തി അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്ന്. അള്ളാഹുവിന്റെ അംബിയ അവർക്ക് അള്ളാഹു കൂടുതൽ ഖുവ്വത്ത് കൊടുത്തിട്ടുണ്ട്. അവര് കമാലുർ റുജൂല, പൗരുഷത്തിന്റെ അങ്ങേയറ്റം ഉള്ള ആളുകളായിരുന്നു അള്ളാഹുവിന്റെ അംബിയ സ്വല്ലല്ലാഹു വസല്ലമു ബറകാതുഹു അലൈഹിം. അപ്പൊ ഇങ്ങനെ ഇൻഷാ അള്ളാഹ് എന്ന് പറയുന്നതിന്റെ ബറക്കത്താണ്. എന്ന് പറഞ്ഞാൽ ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞാൽ എല്ലാം നടക്കും എന്നല്ല ഇതിന്റെ അർത്ഥം. പക്ഷെ പറയൽ വാജിബാണ്. ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞതെല്ലാം നടക്കുകയില്ല, എല്ലാം നടക്കണമെന്നില്ല എന്നതിന് ഖുർആനിൽ തന്നെ ഈ സൂറത്തിൽ തന്നെ തെളിവുണ്ട്. എന്താ അത്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഖദർ നബിയോട് എന്താ പറഞ്ഞത്? ഖാല സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറ. എന്റെ കൂടെ വരികയാണെങ്കിൽ ഒന്നും നിങ്ങൾ എന്ത് കണ്ടാലും ഒന്നും ചോദിക്കാൻ പാടില്ല എന്നാണ് ഖദർ പറഞ്ഞത്. ആ ചരിത്രം ഇൻഷാ അല്ലാഹ് നിങ്ങൾ പറയും. അപ്പൊ മൂസ നബി പറഞ്ഞു, ഖാല സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറ. എന്നെ നിങ്ങൾ സാബിറായി കാണും ഇൻഷാ അല്ലാഹ്, ഞാൻ ക്ഷമിക്കും. പക്ഷെ മൂസ നബിക്ക് ക്ഷമിക്കാൻ പറ്റിയിട്ടില്ല. ചോദ്യങ്ങൾ ചോദിച്ചു പോയി. അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്നത് പറഞ്ഞാൽ എല്ലാം നടക്കണമെന്നില്ല, പക്ഷേ പറയൽ വാജിബാണ്. പറയൽ വാജിബാണ്. നേരെ തിരിച്ച് ഖുർആനിൽ തന്നെ വേറൊരു ഇൻഷാ അല്ലാഹ് ഇതേപോലെ ഉണ്ട്. അതാരാണ്? ആര് പറഞ്ഞതാണ്? ഇസ്മാഈൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇതേ കാര്യമാണ് പറഞ്ഞത്. ഉപ്പാനോട് പറഞ്ഞു, എന്നെ അറുക്കാൻ അള്ളാഹു സ്വപ്നം കാണിച്ചു തന്നിട്ടുണ്ട് മോനെ എന്ന് പറഞ്ഞപ്പോ ഇസ്മായിൽ നബി പറഞ്ഞു, യാ അബതി ഫഅൽ മാ തുഅ്മർ. ഓ ഉപ്പ, അള്ളാഹു നിങ്ങളോട് എന്താണ് കൽപ്പിച്ചത് അത് ചെയ്തോളൂ. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. സാബിറുകളുടെ കൂട്ടത്തിൽ താങ്കൾക്ക് എന്നെ കാണാം ഇൻഷാ അല്ലാഹ്. മൂസാ നബി പറഞ്ഞെന്താ? സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറ. സാബിറ, ഒരു ക്ഷമിക്കുന്നവനായി താങ്കൾക്ക് എന്നെ കാണാം. ഒരാൾക്ക് സബർ പറ്റിയില്ല, ഒരാൾക്ക് സബർ സാധിച്ചു. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷമിച്ചു, കത്തിയെടുത്ത് വെക്കുന്നത് വരെ ക്ഷമിച്ചു എന്നാണ് അല്ലാഹു അലം. ആ സമയം വരെ ക്ഷമിച്ചു. അല്ലാഹു ആണ് ആടിനെ കൊടുത്ത് ഇറക്കണ്ടെന്ന് പറഞ്ഞു. ഇബ്നു ഹജർ അസ്കലാനി അദ്ദേഹം പറഞ്ഞു, ഇസ്മായിൽ നബിയുടെ കൗലിൽ കുറച്ചും കൂടി വിനയമുണ്ടായിരുന്നു എന്നാണ്. മൂസാ നബി വിനയമില്ലാത്ത ആളാണെന്നല്ല. പക്ഷെ ഇസ്മായിലിന്റെ വാക്കെന്താ? മിനസ് സാബിരീൻ. സാബിറുകളുടെ കൂട്ടത്തിൽ ഒരാളായി ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എന്നെ കാണാം. മൂസാ നബി പറഞ്ഞെന്താണ്? സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറൻ. എന്നെ നിങ്ങൾക്ക് സാബിറായി കാണാം എന്ന്. അപ്പോ വല്ലാഹു അലം അതിൽ കൂടുതൽ ഖൈറുള്ള ഒരു ഖൗലായിരുന്നു ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് എന്ന്. അല്ലാഹു പറയുന്നു, ഇല്ലാ യശാ അല്ലാഹ് വസ്കുർ റബ്ബക ഇദാ നസീത. വസ്കുർ റബ്ബക, നീ നിന്റെ റബ്ബിനെ ഓർക്കുക, ഇദാ നസീത, മറന്നുപോയ എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാൾക്ക് ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ മറന്നുപോയി, ഞാൻ ഇന്നത് ചെയ്യും, ആളവിടെ പോകും, ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ മറന്നു. ഒരാൾക്ക് 100 കൊല്ലം കഴിഞ്ഞാണ് ഓർമ്മ വന്നത് അന്ന് ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ മറന്നുപോയത്. എങ്കിലും അല്ല, ഇനി 1 കൊല്ലം കഴിഞ്ഞാണ് അയാൾക്ക് ഓർമ്മ വന്നത് എങ്കിലും എന്ത് ചെയ്യുക? അയാൾ പറയുക ഇൻഷാ അല്ലാഹ്. 100 കൊല്ലമല്ല, ഇബ്നു അബ്ബാസിന്റെ ഖൗൽ വലൗ ബഅദ സന, 1 കൊല്ലത്തിന് ശേഷമാണ് ഓർമ്മ വന്നതെങ്കിലും ശരി എന്ത് പറയുക? ഇൻഷാ അല്ലാഹ് എന്ന് പറയുക. വസ്കുർ റബ്ബക ഇദാ നസീത വഖുൽ, നീ പറയുക, അസാ അൻ യഹ്ദിയനി റബ്ബി, എന്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തന്നേക്കാം, ലി അഖറബ മിൻ ഹാദാ റശദ, ഇതാ ഇതിനേക്കാളും നല്ല ഒരു സന്മാർഗം അല്ലാഹു എനിക്ക് കാണിച്ചു തന്നേക്കാം എന്ന് നീ പറയണം. എന്ന് പറഞ്ഞാൽ ഒരാൾ അറിയാത്തൊരു കാര്യം ചോദിച്ചാൽ അറിയില്ലെന്ന് പറയുക, അത് പഠിപ്പിച്ചു തരാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം. അല്ലാഹു തആല അലം. فيقول الله سبحانه وتعالى ولا تقولن لشيء إني فاعل ذلك غدا إلا أن يشاء الله. ولا تقولن لشيء, നീ ഒരു കാര്യത്തെക്കുറിച്ച് പറയരുത്, ഇന്നി ഫാഇലുൻ, ഞാനത് ചെയ്യുമെന്ന്, ذلك غدا, അത് ഞാൻ നാളെ ചെയ്യുമെന്ന് പറയരുത്, ഇല്ലാ അൻ യശാ അല്ലാഹ്, ഇസ്തിസ്നാ ചെയ്തിട്ടല്ലാതെ. ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നതിനാണ് ഇസ്തിസ്നാ ചെയ്യുക എന്ന് പറയുന്നത്, അഥവാ അതിൽ നിന്ന് ഒഴിവാക്കി പറയുക. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഒഴികെ എന്ന് പറയും. കാരണം മാഷാ കാൻ വമാ ലം യശഅ ലം യകുൻ, അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമേ നടക്കൂ, അവൻ ഉദ്ദേശിക്കാത്തതൊന്നും നടക്കുകയില്ല. അവന്റെ മശീഅത്ത് കഴിഞ്ഞിട്ട് മാത്രമാണ് എല്ലാം നടക്കുകയുള്ളൂ. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്, നിങ്ങൾ ഉദ്ദേശിക്കുക പോലും ഇല്ല, അള്ളാഹു ഉദ്ദേശിച്ചിട്ടല്ല. നമ്മുടെ മശീഅത്ത് അള്ളാഹുവിന്റെ മശീഅത്തിന്റെ പിന്നാലെ അള്ളാഹു ഉദ്ദേശിച്ചതേ നമ്മൾ ഉദ്ദേശിക്കുകയുള്ളൂ.
വദ്കുർ റബ്ബക, നിന്റെ റബ്ബിനെ നീ ദിക്ർ ചെയ്യുക, ഓർക്കുക. ഇദാ നസീത, മറന്നുപോയാൽ, അഥവാ ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഓർമ്മ വന്നാൽ അങ്ങനെ പറയാം. ചില മുഫസ്സിറുകൾ പറഞ്ഞു ഈ ആയത്തിന്റെ അർത്ഥം വദ്കുർ റബ്ബക ഇദാ നസീത, നീ മറന്നുപോയാൽ റബ്ബിനെ ദിക്ർ ചെയ്യുക. അഥവാ എന്ത് കാര്യം മറന്നാലും റബ്ബിനെ നീ ദിക്ർ ചെയ്യുക. വഖുൽ, നീ പറയുക, അസാ അൻ യഹ്ദിയന റബ്ബി, എന്റെ റബ്ബ് എന്നെ വഴി കാണിച്ചേക്കാം. ലിഅഖറബ മിൻ ഹാദാ, ഇതിനേക്കാളും റശദൻ, ലിഅഖറബ മിൻ ഹാദാ റശദൻ, സന്മാർഗത്തോട് ഇതിനേക്കാളും അടുത്ത ഒരു കാര്യത്തിലേക്ക് റബ്ബ് എനിക്ക് വഴി കാട്ടി തന്നേക്കാം. അഥവാ അതിൽ സൂചനയുണ്ട്, വല്ല കാര്യവും മറന്നുപോയാൽ റബ്ബിനോട് അത് ഓർമ്മിപ്പിച്ചു തരാൻ, ഖൈറാണെങ്കിൽ അത് ഓർമ്മിപ്പിച്ചു തരാൻ ദുആ ചെയ്യുക. ഖൈർ മറന്നു പോകുക എന്നത് ശൈത്താനിൽ നിന്നാണ്. വമാ അൻസാനീഹു ഇല്ല ശൈത്താനു അൻ അദ്കുറഹ്. ഈ സൂറത്തിൽ തന്നെ നമുക്ക് കാണാം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെയുള്ള ഒരാൾ പറഞ്ഞത്, എന്നെ അത് മറപ്പിച്ചത് ശൈത്താനല്ലാതെ മറ്റാളുകൾ. അല്ലാഹുവിന്റെ ദിക്ർ അതിന്റെ കൂടെ ശൈത്താൻ നിൽക്കുകയില്ല, ശൈത്താൻ പോകും. അതുകൊണ്ട് ഖൈർ ആയ വല്ലതും മറന്നുപോയാൽ അത് ഓർമ്മിപ്പിച്ചു തരാൻ റബ്ബിനോട് ദുആ ചെയ്യൽ ഈ ആയത്തിൽ അതിന് സൂചനയുണ്ട്. എന്നാൽ ചില ആളുകൾ എന്തെങ്കിലും മറന്നുപോയാൽ പല ആളുകൾക്ക് പറയണ്ട അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയുന്നത്, അതിന് സഹിഹായ യാതൊരു തെളിവുമില്ല. വളരെ ദഈഫുൻ ജിദ്ദൻ, ദഈഫുൻ ജിദ്ദൻ, വളരെ ദഈഫ് എന്ന ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട്. ഇദാ നസീതും ശൈഅൻ ഫസല്ലു അലയ്യ തദ്കുറൂഹു ഇൻഷാ അല്ലാഹ് എന്നൊരു ഹദീസ്. അതായത് നിങ്ങൾ വല്ലതും മറന്നുപോയാൽ എന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുക, അത് ഓർമ്മ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്. പക്ഷെ അത് വളരെ ദഈഫാണ്, ദഈഫുൻ ജിദ്ദൻ. അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ലാത്തത്. പക്ഷെ ഖൈറായ വല്ലതും മറന്നുപോയാൽ ഓർമ്മിപ്പിച്ചു തരാൻ റബ്ബിനോട് ദുആ ചെയ്യുക. എന്നിട്ട് അല്ലാഹു പറയുന്നു, വലബിഥൂ ഫീ കഹ്ഫിഹിം, വലബിഥൂ അവർ കഴിച്ചുകൂട്ടി, ഫീ കഹ്ഫിഹിം അവരുടെ ഗുഹയിൽ, 300 സിനീന, 300 സിനീൻ വർഷങ്ങൾ, വസ്ദാദു അവർ അധികമാക്കുകയും ചെയ്തു, 9, അതായത് 309 കൊല്ലം അവർ ആ ഗുഹയിൽ കഴിഞ്ഞു. എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം? 309 എന്ന് അതെന്തുകൊണ്ടെന്നാൽ ഇബ്നു കസീർ പറഞ്ഞു, وأنه كان مقداره 300 سنة و9 سنين بالهلالية. ഹിലാൽ വെച്ച് നോക്കിയാൽ ചന്ദ്രനെ ആസ്പദമാക്കി ഉള്ള മാസങ്ങൾ നോക്കിയാൽ, അഥവാ അപ്പൊ മാസത്തിന്റെ എണ്ണം എത്രയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അശ്ശഹറു ഹാകദാ വഹാകദാ വഹാകദാ. റസൂൽ പറഞ്ഞു, ഇന്ന ഉമ്മത്തുൽ ഉമ്മിയ ലാ നക്തുബു വലാ നഹ്സുബ്. നമ്മൾ ഉമ്മിയത്തായൊരു ഖൗമാണ്, നമുക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. ലാ നക്തുബു വലാ നഹ്സുബ്, നമ്മൾ കണക്കുകൂട്ടുകയില്ല, നമ്മൾ എഴുതുകയില്ല. ചില ആളുകൾ വിചാരിച്ചിട്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിവുകേട് പറഞ്ഞതാണ്. അല്ല, അത് ഈ ഉമ്മത്തിന്റെ ഫദ്ലാണ്, ശ്രേഷ്ഠതയാണ്. അതെങ്ങനെയാണ്? ഒന്നും അറിയാത്ത, ഒരു സയൻസും ഇല്ലാത്ത ഒരാളാണെങ്കിലും, ഒരു കലണ്ടറും ഇല്ലാത്ത, എവിടെ ജീവിക്കുന്ന ആളാണെങ്കിലും ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കാൻ അയാൾക്ക് യാതൊരു പ്രയാസം. നിസ്കാരത്തിന്റെ സമയം അറിയണോ, അയാൾക്ക് യാതൊരു ക്ലോക്കും ഇല്ലാത്ത നാട്ടിലാണെങ്കിലും കാലത്താണെങ്കിലും അങ്ങനത്തെ സ്ഥലത്താണെങ്കിലും യാതൊരു കുഴപ്പമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മുകളിലേക്ക് നോക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. സൂര്യന്റെ ചലനം നോക്കിയാൽ നിസ്കാരത്തിന്റെ സമയം മനസ്സിലായി. മാസം അറിയണം, ഇസ്ലാമിൽ പല കാര്യത്തിലും മാസങ്ങൾ നോക്കണം. റമദാൻ, ഈ ശവ്വാൽ, ഇതൊക്കെ മാസങ്ങളാണ്. അതുപോലെ ഇദ്ദ, കഫാറ, ഇങ്ങനെ പല വിഷയങ്ങൾക്കും മാസങ്ങൾ നോക്കണം. ഭർത്താവ് മരിച്ച സ്ത്രീ 4 മാസം 10 ദിവസം ഇദ്ദയിരിക്കുന്നത് മാസം അറിയണം. ഒരു കലണ്ടറും ഇല്ലാത്ത നാട്ടിലാണെങ്കിലും, ഒരു ക്ലോക്കും ഇല്ലാത്ത കാലത്താണെങ്കിലും ഒരു കുഴപ്പമില്ല. ഇന്ന ഉമ്മത്തുൽ ഉമ്മിയ ലാ നക്തുബു വലാ നഹ്സുബ് അശ്ശഹറു ഹാകദാ വഹാകദാ വഹാകദാ ഫഇൻ ഗുമ്മിയ അലൈക്കും. ഇനി നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കാണിച്ചു, 29 മാസം. 2 തവണ ഇങ്ങനെ നിവർത്തി കാണിച്ചു, 2 കൈന്റെ വിരലുകളും. 3ാമത്തെ തവണ ഒരു വിരൽ മടക്കി. 29 മാസം. നിങ്ങൾക്ക് മേഘം മൂടിയാൽ 30 പൂർത്തിയാകും. ഇത് ഖിയാമത്ത് നാളുകളുടെ നിയമമാണ്.
ഒരു കണക്കും ഇതിൽ നോക്കാൻ പാടില്ല. വളരെ തെറ്റായ കാര്യം കണക്ക് നോക്കാതെ. മാസം അറിയാൻ വേണ്ടി ഗോളശാസ്ത്ര കണക്കുകൾ പ്രകാരം സൂര്യൻ അസ്തമിക്കുന്നതിന്റെ ഇത്ര മിനിറ്റ് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കും, അതുകൊണ്ട് കാണുക. വിശ്വസ്തരായ ആളുകൾ കണ്ടു എന്ന് പറഞ്ഞാൽ പോലും സ്വീകരിക്കാൻ പാടില്ല. ബാത്തിലാണ് വളരെ തെറ്റായ കാര്യം. കണക്കിന് യാതൊരു പരിഗണനയും ഇസ്ലാമിന്റെ ഈ മാസം കാണുന്നതിലില്ല. അത് നമ്മൾ വ്യക്തമായി തെളിവുകൾ സഹിതം ഒരു സംസാരത്തിൽ ഈ മസ്ജിദിൽ വെച്ച് വിശദീകരിച്ചിട്ടുണ്ട്. തെളിവുകൾ സഹിതം പാടില്ലാത്തതാണ് അങ്ങനെ നോക്കാനുള്ളത്. ചിലര് പൂർണ്ണമായും കണക്കാണ്, ഇവർക്ക് നോക്കാന്നുള്ള പരിപാടിയില്ല. വേറെ ചില ആളുകൾക്കാകട്ടെ പകുതി കണക്കും പകുതി കാഴ്ച. എത്ര ഭിന്നിപ്പാണ് മുസ്ലിം ഉമ്മത്തിൽ അത് മുഖേന ഉണ്ടായിട്ടുള്ളത്. പാടില്ലാത്തതാണ്. മുസ്ലിം ഉമ്മത്ത് അതിന് യോജിക്കുകയാണ് വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സൗമു യൗമ തസൂമൂൻ വൽ ഫിത്റു യൗമ തുഫ്തിറൂൻ. നോമ്പ് എന്നാൽ നിങ്ങൾ നോമ്പ് നോക്കുന്ന ദിവസം, ഫിത്ർ എന്നാൽ നിങ്ങൾ ഫിത്റാക്കുന്ന ദിവസമാണ്. അപ്പൊ മുസ്ലിമീങ്ങൾ അതിൽ ഭിന്നിക്കുക എന്നുള്ളത് വളരെ തെറ്റായ കാര്യമാണ്, പാടില്ലാത്തതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ഉമ്മിയത്തായിട്ടുള്ള ഉമ്മത്താണ്. ഇന്ന ഉമ്മത്തുൽ ഉമ്മിയ ലാ നക്തുബ് വലാ നഹ്സുബ്. അപ്പോ മാസം എന്നാൽ 29ആണ്. എന്നാൽ ചന്ദ്രനെ കണ്ടില്ലേ 30 പൂർത്തിയാണ്. 29 മാസം അഥവാ നോക്കുക. 29 പകൽ പൂർത്തിയായെന്ന് രാത്രി നോക്കുക. കണ്ടില്ലെങ്കിൽ മേഘം മൂടി കണ്ടില്ലെങ്കിൽ 30 പൂർത്തിയാണ്. കണ്ടിട്ടുണ്ടെങ്കിൽ 29. അപ്പൊ 29, 30 മാത്രമേ ഹിലാലിനെ അടിസ്ഥാനമാക്കിയുള്ള മാസത്തിലുള്ളൂ. അതാണ് നമ്മുടെ മാസം. അങ്ങനെയാണ് നമ്മുടെ മാസം കണക്കൂട്ടേണ്ടത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താണ് 309 വർഷമാണ് ഇവർ ഗുഹയിൽ കഴിഞ്ഞത്. എന്നാൽ വലിയ ധരാസുമി അച്ഛന വിശംസീയ, സൂര്യനെ വെച്ച് നോക്കുന്ന മാസം കണക്കൂട്ടൽ. അപ്പൊ ദിവസങ്ങൾ കൂടുതലാണല്ലോ, 31 വരും. അപ്പൊ അവർ 300 വർഷമാണ് കഴിച്ചു കൂട്ടിയത്. റോമിൽ ആളുകൾ പണ്ട് അങ്ങനെയായിരുന്നു കണക്ക് നോക്കിയിരുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് രണ്ടും പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ 100 വർഷം സൂര്യനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള മാസം ആയിട്ടുണ്ടെങ്കിൽ ചന്ദ്രനെ അടിസ്ഥാനമാക്കി അത് 103 ആയിട്ടുണ്ട്. അപ്പൊ 300 ആകുമ്പോൾ 309. നമ്മൾ പലരും വയസ്സ് കണക്കൂട്ടുന്നത് ഈ ശംസീയ അനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് പലരും വയസ്സ് കുറച്ചിട്ടാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ കൂടിയിട്ടുണ്ട്. 30 വയസ്സുള്ളവർക്ക് 31 ആയിട്ടുണ്ട്. പല ആളുകളും അതും പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അത് ഒരു വയസ്സിലേക്ക് കൂടിയിട്ടുണ്ട്. 30 ആയിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ 31 ആയിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന വർഷപ്പണക്ക് 300 എന്ന് പറഞ്ഞാൽ 309 ശംസിയ അൽ ഹിലാലിയ പ്രകാരം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഖുലില്ലാഹു, നീ പറയുക, അല്ലാഹു അഅലമു ബിമാ ലബിഥു. ഖുലില്ലാഹു അഅലമു ബിമാ ലബിഥു. അല്ലാഹുവാണ് അഅലം, ഏറ്റവും നന്നായി അറിയുന്നത്, ബിമാ ലബിഥു, അവരെത്ര കാലം അവിടെ കഴിച്ചുകൂട്ടി എന്നത്. അള്ളാഹുവിനാണ് അവരാ കഴിഞ്ഞ കാലത്തെ കുറിച്ച് വ്യക്തമായി റബ്ബിന് മാത്രമാണ് ഇതിന്റെ വിശദാംശങ്ങൾ അറിയുന്നത്. ലഹു ഗൈബുസ് സമാവാതി വൽ അർദ്, അവന് ഉള്ളതാണ് ഗൈബുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ഗൈബ്, അദൃശ്യം അല്ലാഹു മാത്രമേ അറിയുകയുള്ളൂ. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യശ്ഉറൂന അയ്യാന യുബഅഥൂൻ. അല്ലാഹു പറഞ്ഞു, പറയുക, ആകാശങ്ങളിലോ ഭൂമിയിലോ ഗൈബ് അല്ലാഹുവിനല്ലാതെ അറിയുകയില്ല. ഗൈബ് അറിയാമെന്ന് വാദിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് ഒരാൾ പോയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുഖ്ബലു മിൻഹു സ്വലാത്തു 40 ലൈല, അവന്റെ 40 ദിവസത്തെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. ഗൈബ് അറിയാമെന്ന് വാദിച്ചിരിക്കുന്ന ചിലപ്പോ തങ്ങളായിരിക്കും, ചിലപ്പോ ഈ ജ്യോത്സ്യനായിരിക്കും, ആരാകട്ടെ, ഏത് സമുദായത്തിന്റെ പേരാണ് അവന്റെ പേരായി പറയപ്പെടുന്നതെങ്കിലും ഗൈബ് അറിയാം എന്ന് വാദിച്ചു. കാണാതായ വസ്തു അറിയാൻ വേണ്ടി അയാളെടുത്താണ് പോകുന്നത്. മോളെ കല്യാണം നടക്കാത്തതിന് അയാളെടുത്താണ് പോകുന്നത്. മോനെ വിസ കിട്ടാത്തതിന് അയാളെടുത്താണ് പോകുന്നത്. അവരാണ് ഗൈബ് അറിയാമെന്ന് വാദിക്കുന്ന ആളുകൾ. അവരുടെ അടുത്തേക്ക് പോയാൽ, വെറുതെ പോയാൽ തന്നെ മതി, അവന്റെ വാക്ക് കേട്ടാൽ തന്നെ മതി, 40 നിസ്കാരം സ്വീകരിക്കുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന് മനസ്സിലാക്കാൻ നിസ്കരിക്കുന്നവനും ഇങ്ങനത്തെ ആളുകളടുത്തേക്ക് പോകുമെന്ന്. നിസ്കരിക്കുന്നവൻ ഇങ്ങനത്തെ ആളുകളടുത്തേക്ക് പോകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിമീങ്ങൾ തന്നെ ഇങ്ങനത്തെ പിഴച്ച വിശ്വാസങ്ങളിൽ പെടും എന്ന് അതിൽ നമുക്ക് മനസ്സിലാക്കാം. ഇനി പോവുകയും അയാൾ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ
من أتى كاهنا أو عرافا فصدقه بما يقول فقد كفر بما أنزل على محمد صلى الله عليه وسلم. رسول الله പറഞ്ഞു അവൻ മുഹമ്മദിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ കാഫിറായിരിക്കും. ഇസ്ലാം പുറത്തു വരും. ഇതാണ് പോയി അവന്റെ വാക്ക് വിശ്വസിച്ചവന്റെ അവസ്ഥ. അങ്ങോട്ട് പോയതാണെങ്കിൽ ഇങ്ങോട്ട് വന്നതാണ്. ചിലപ്പോൾ ഇങ്ങോട്ട് കൈ നോക്കി തരാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നതായിരിക്കും. കൈ നീട്ടിക്കൊടുത്താൽ 40 സംസ്കാരം പോയി. പറയുന്നത് വിശ്വസിച്ചാലോ കാഫിറായി പോയി. ഇത് പോയവന്റെ സ്ഥിതിയാണ്. അപ്പൊ അത് വാദിക്കുന്നവന്റെ സ്ഥിതി എന്തായിരിക്കും? എനിക്ക് കൈ പറയാം, ഞാൻ പറഞ്ഞുതരാം എന്ന് വാദിക്കുന്നവന്റെ അവസ്ഥ എന്താ? സുബ്ഹാനല്ലാഹ്, അത് താഗൂത്താണ്. അത് സ്വയം അല്ലാഹുവിന്റെ ശരീക്കാണെന്നാണ് പറയുന്നത്. മറ്റേത് മുശ്രിക്കായിട്ടുള്ളൂ. ഇത് ഫിറഔന്റെ ഗണത്തിലാണ് പെട്ടിട്ടുള്ളത്. സ്വയം റബ്ബിന്റെ ശരീക്കാണ് ഞാൻ എന്ന് പറയുന്ന അവസ്ഥയിലാണ് അങ്ങനെയുള്ള ആളുകൾ പെട്ടിട്ടുള്ളത്. നഊദു ബില്ലാഹ്. മുസ്ലിം ഉമ്മത്തിൽ എത്ര ആളുകൾ ഇങ്ങനത്തെ ആളുകൾ ബഹുമാനിച്ചടക്കണം. അള്ളാഹുവിന്റെ സ്വയം ശരീക്കാണെന്ന് പറയുന്ന ഏറ്റവും വലിയ ദുൽമ് പറഞ്ഞ ആളുകളാണ് ഗൈബ് അറിയാമെന്ന് വാദിച്ചിട്ടുള്ളത്. ലഹു ഗൈബുസ് സമാവാതി വൽ അർദ്. അള്ളാഹുവിനാണ് ആകാശങ്ങളിലെ ഭൂമിയിലെ ഗൈബ് അറിയുന്നത്. റബ്ബ് മാത്രമാണ്. അബ്സിർ ബിഹി വഅസ്മഅ, അബ്സിർ ബിഹി വഅസ്മഅ. അവൻ അവരെ കുറിച്ച്, അവരവിടെ കഴിഞ്ഞ കാലത്തെ കുറിച്ച് നന്നായി കാണുന്നവനാണ്. ആ ഗൈബിനെ കുറിച്ച് നന്നായി കാണുന്നവനാണ്. വഅസ്മഅ, ഗൈബ് ഏറ്റവും നന്നായി കേൾക്കുന്നവനാണ്. അള്ളാഹു മാത്രമേ, അള്ളാഹുവിനെ പോലെ ഒരാളും കാണുകയില്ല, റബ്ബിനെ പോലെ ഒരാളും കേൾക്കുകയില്ല. മാലഹും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ, മാലഹും അവർക്കില്ല, മിൻ ദൂനിഹി അള്ളാഹ്ക്ക് പുറമെ മിൻ വലിയ്യിൻ ഒരു വലിയുമില്ല, ഒരു രക്ഷാധികാരിയുമില്ല. മറിച്ച് അള്ളാഹുവാണ്. അലാ ലഹുൽ ഖൽഖു വൽ അംറു തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. ഒരു ഇല പോലും അവന്റെ അറിവോടുകൂടി അല്ലാതെ വീഴുന്നില്ല. വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദ, അവന്റെ ഹുക്മിൽ ഒരാൾക്കും പങ്കില്ല. അള്ളാഹുവിന്റെ തീരുമാനത്തിൽ ഒരാൾക്കും പങ്കില്ല. റബ്ബ് തീരുമാനിച്ചതല്ലാതെ ഒന്നും നടക്കുകയില്ല. എല്ലാം അള്ളാഹുവിന്റെ ഇൽം, കിതാബ, മശീഅ, ഖൽഖ്, ഈ 4 സ്റ്റെപ്പുകൾ കഴിഞ്ഞിട്ടല്ലാതെ ഒന്നുകൂടെ നടക്കുന്നില്ല. ഒന്ന് ഇൽം, അള്ളാഹു എല്ലാം അറിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന ഓരോ വാക്കും, നമ്മൾ ചെയ്യുന്ന ഇനി ചെയ്യാൻ പോകുന്ന ഓരോ പ്രവൃത്തിയും റബ്ബ് അറിഞ്ഞിട്ടുണ്ട്. 2 അൽ കിതാബ്, അവനത് എഴുതി വെച്ചിട്ടുണ്ട്. 3 അൽ മശീഅ, നടക്കണമെന്ന് അവൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. 4 അൽ ഖൽഖ്, അവനത് സൃഷ്ടിച്ചിട്ടുണ്ട്. അള്ളാഹിന്റെ സൃഷ്ടികളാണ് നമ്മളെല്ലാവരും. നമ്മൾ മാത്രമല്ല, നമ്മുടെ അമലുകളുമാരുടെ പടപ്പാണ്, റബ്ബിന്റെ പടപ്പാണ്. വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ, അള്ളാഹുവാണ് നിങ്ങളെ പടച്ചത്, നിങ്ങളുടെ അമലിനെയും പടച്ചിട്ടുള്ളത്. സുബ്ഹാനഹു വ തആല. മാ ലഹു മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദ, അവന്റെ ഹുക്മ് അത് ഇല്ലാതെയാക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. വലൈസ ലഹു വസീറുൻ വലാ നസീറുൻ വലാ ശരീകുൻ വലാ മുശീറുൻ തആല വതഖദ്ദസ്. ഇബ്നു കസീർ പറഞ്ഞു, അവനൊരു വസീറില്ല, അവന്റെ കാര്യങ്ങൾ അതിൽ പങ്കാളിയായ ഒരാളില്ല. വല നസീർ, ഒരു സഹായിയില്ല. വല ശരീഖ്, ഒരു പങ്കുകാരനില്ല. വല മുഷീർ, അവന് കാണിച്ചു കൊടുക്കാൻ ഇന്നതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരാളില്ല. അതിന്റെ ആവശ്യമില്ല. ഖുൽ ഹുവ അല്ലാഹു അഹദ് അല്ലാഹു സമദ് الذي لم يلد ولم يولد ولم يكن له كفوا احد واتل ما اوحي اليك من كتاب ربك لا مبدل لكلماته ولن تجد من دونه ملتحدا. الله പറയുന്നു, വത്ലു, ഓ നബിയെ, വത്ലു, താങ്കൾ ഓതി കൊടുക്കുക. മാ ഊഹിയ ഇലൈക, താങ്കൾക്ക് എന്താണോ വഹീ റബ്ബിന്റെ നിന്ന് കിട്ടിയിട്ടുള്ളത്, മിൻ കിതാബ് റബ്ബിക്, താങ്കളുടെ റബ്ബിന്റെ കിതാബിൽ നിന്നുള്ളത് അത് ഓതി കൊടുക്കുക ജനങ്ങൾക്ക്. ലാ മുബദ്ദില ലികലിമാതി, ലാ മുബദ്ദിൽ, ബദലാക്കുന്ന, റബ്ബിന്റെ കലിമത്തുകൾ മാറ്റുന്ന ഒരാളുമില്ല. ലാ മുബദ്ദില ലികലിമാതിഹി വലൻ തജിദ, നീ ഒരിക്കലും കാണുകയില്ല, മിൻ ദൂനിഹി, റബ്ബിന് പുറമെ, മുൽതഹദ, ഒരഭയസ്ഥലം നീ കാണുകയില്ല. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു എന്താണ് പറയുന്നത്, റബ്ബ് എന്താണ് ഇറക്കിയിട്ടുള്ളത് അങ്ങനത്തെ നോക്കി കൊടുക്കുക, മാറ്റാൻ പറ്റുകയില്ല. ഏതുപോലെ ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പറഞ്ഞു, എനിക്ക് മിൻ തിൽഖാഇ നഫ്സി, എന്റെ വകയിൽ മാറ്റാൻ പറ്റുകയില്ല. റബ്ബ് ഇറക്കി തന്നത് അങ്ങനെ തന്നെ എത്തിച്ചേരുക എന്നതാണ് എന്റെ ഉത്തരവാദിത്വം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിൻ റബ്ബിക്,
وإن لم تفعل فما بلغت رسالته والله يعصمك من الناس. ورسوله بلغ ما أنزل إليك من ربك. താങ്കൾ റബ്ബിൽ നിന്ന് എന്താണോ അവതരിച്ചിട്ടുള്ളത് അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കും. വഇല്ലം തഫഅൽ, താങ്കൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ ഫമാ ബല്ലഗ്ത റിസാലത, അല്ലാഹുവിന്റെ റിസാലത്ത് താങ്കൾ എത്തിച്ചു കൊടുത്തിട്ടില്ല, അല്ലാഹുവിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാത്ത ആളായി മാറും. വല്ലാഹു യഅസിമുക മിനൻ നാസ്, ജനങ്ങളിൽ നിന്ന് താങ്കൾ അല്ലാഹു കാത്തുകൊള്ളും. പരമാക്കൾ പറയുന്നത് അല്ലാഹുവിന്റെ റിസാല അതങ്ങനെ തന്നെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ അല്ലാഹു കാക്കും എന്നാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ അൻബിയ അവരുടെ പ്രത്യേകത എന്താണ്? അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹ് വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ് വകഫാ ബില്ലാഹി ഹസീബാ. അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹ്, അല്ലാഹുവിന്റെ റിസാലത്ത് അങ്ങനെ തന്നെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നവരാണ് അല്ലാഹുവിന്റെ അൻബിയ. വയഖ്ശൗനഹു, അവർ അല്ലാഹുവിനോട് ഖശിയത്തുള്ളവരാണ്, റബ്ബിനെ പേടിക്കുന്നവരാണ്. വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒരാളെയും പേടിക്കാത്തവരാണ് അവർ. വകഫാ ബില്ലാഹി ഹസീബാ, ഹസീബായ അല്ലാഹു തന്നെ മതി, കണക്ക് നോക്കുന്നവനായ റബ്ബ് തന്നെ മതി. അതുകൊണ്ടാണ് അവർ ജനങ്ങൾ മുഴുവൻ അവർക്കെതിരായിട്ടും റബ്ബിന്റെ റിള അവർ പ്രതീക്ഷിച്ചത്. അപ്പൊ അവർക്ക് എന്ത് കിട്ടി? റബ്ബിന്റെ റിള കിട്ടി, പിന്നീട് ജനങ്ങളുടെ മുഴുവൻ റിള കിട്ടി. അതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആരെങ്കിലും ജനങ്ങളുടെ കോപം പേടിച്ച് ജനങ്ങളുടെ തൃപ്തി കിട്ടാൻ വേണ്ടി അള്ളാന്റെ കോപം വാങ്ങിയാൽ അവനോട് അള്ളാഹു കോപിക്കും, വൈകാതെ അവനോട് ജനങ്ങളും കോപിക്കും. ഇനി ആരെങ്കിലും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാഹിന്റെ തൃപ്തി കിട്ടാൻ വേണ്ടി ജനങ്ങളുടെ കോപം വാങ്ങേണ്ടി വന്നാൽ അള്ളാഹു അവനെ തൃപ്തിപ്പെടും. അള്ളാഹു തൃപ്തിപ്പെട്ടാലോ ഇൻഷാ അള്ളാഹ് ജനങ്ങളും അവനെ തൃപ്തിപ്പെടും. അള്ളാഹുവിന്റെ അമ്പിയായി നോക്കൂ, അവരെല്ലാവരും സ്നേഹിക്കുന്നു. എല്ലാവരും പറഞ്ഞാൽ കോടാനുകോടി അള്ളാഹുവിന്റെ ദീനിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾ. എന്നാൽ അവരെ ശത്രുക്കൾ നോക്കൂ, ആരാണ് അവരെ സ്നേഹിക്കുന്നത്? അവരുടെ പേരെവിടെ ഇല്ല, അത് നശിച്ചു. എന്നാൽ അള്ളാഹുവിന്റെ അമ്പിയ അവരുടെ ദിക്ർ അള്ളാഹു ഉയർത്തി. ഇതാണ് അള്ളാഹുവിന്റെ അമ്പിയന്റെ മാർഗം പിൻപറ്റുന്ന ആളുകളുടെ അവസ്ഥ. ശിർക്ക്, ബിദ്അത്ത്, ഇതുപോലുള്ള കാര്യങ്ങൾ അത് ജനങ്ങളെ പേടിച്ചാരെങ്കിലും അതിനെക്കുറിച്ച് മിണ്ടാതിരുന്നാൽ അള്ളാഹു അവനോട് കോപിക്കും, പിന്നീട് ജനങ്ങളും അവനോട് കോപിക്കും. ഇനി അള്ളാഹുവിന് വേണ്ടി ഒരുവൻ സംസാരിച്ചാൽ അള്ളാഹു അവനെ ഇഷ്ടപ്പെടും, പിന്നീട് ജനങ്ങളും അവനെ ഇഷ്ടപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾക്കും പാടില്ല ലാ യംനഅന്ന അഹദകും മഖാഫത്തു الناس അൻ യുഹദ്ദിസ ബിൽ ഹഖ് അൻ യുകല്ലിമ ബിൽ ഹഖ് ഇദാ അലിമഹു ഔ റആഹു. നിങ്ങൾ ഒരാളെയും ജനങ്ങളെ കുറിച്ചുള്ള പേടി തടയാതിരിക്കട്ടെ, ഹക്ക് മനസ്സിലാക്കിയാൽ അത് പറയുന്നതിൽ നിന്ന്, ഹക്ക് കണ്ടാൽ അത് പറയുന്നതിൽ നിന്ന് ജനങ്ങളെ കുറിച്ചുള്ള പേടി നിങ്ങളെ തടയാതിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഓരോ മഖാമുണ്ട്. എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല പറയേണ്ടത്, എല്ലാവരോടും ഒരുപോലെയല്ല പറയേണ്ടത്. പക്ഷേ ഹക്ക് ഒരിക്കലും മൂടി വെക്കാൻ പാടുള്ളതല്ല, അത് പറയേണ്ട സ്ഥലത്ത് മൂടി വെക്കാൻ പാടുന്നതല്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വസ്ലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക ലാ മുബദ്ദില ലികലിമാതി. അല്ലാഹുവിന്റെ കലിമത്തുകൾ മാറ്റാൻ ഒരാളുമില്ല. വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദ. അല്ലാഹുവിന് പുറമെ ഒരു അഭയ സ്ഥലവും നിനക്ക് കാണാൻ കഴിയുകയില്ല. റബ്ബിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മൾ അങ്ങോട്ട് പോകും, റബ്ബിലേക്കല്ലാതെ. ഉറങ്ങാൻ നോക്കുമ്പോൾ നമ്മൾ എന്താ ദുആ ചെയ്യുന്നത്? ലാ മൽജഅ വലാ മൻജഅ മിൻക ഇല്ലാ ഇലൈക. റബ്ബേ, ഒരു അഭയ സ്ഥലവുമില്ല, രക്ഷപ്പെട്ടു പോകാൻ ഒരു സ്ഥലവുമില്ല, മീൻക നിന്നിൽ നിന്ന്, ഇല്ല ഇലൈക നിന്നിലേക്കല്ലാതെ. സുജൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സഖതിക വബിമുആഫാതിക മിൻ ഉഖൂബതിക വഅഊദു ബിക മിൻക. റബ്ബേ, നിന്റെ റിള, നിന്റെ തൃപ്തിയോട് ഞാൻ രക്ഷ തേടുന്നു, മിൻ സഖതിക നിന്റെ കോപത്തിൽ നിന്ന്, വബിമുആഫാതിക നിന്റെ മാപ്പിനോട് ഞാൻ രക്ഷ തേടുന്നു, മിൻ ഉഖൂബതിക നിന്റെ ശിക്ഷയിൽ നിന്ന്, വഅഊദു ബിക നിന്നോട് ഞാൻ രക്ഷ തേടുന്നു, മിൻക നിന്നിൽ നിന്ന്. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പല പ്രത്യേകതകളിൽ നിന്നാണ്. അവന്റെ പ്രത്യേകതയാണ് വഹുവ മഹ്മൂദുൻ ഫീ കുല്ലി ഹാൽ. എല്ലാ അവസ്ഥയിലും അവൻ ഹംദിന് അർഹനാണ്, മറ്റൊരാൾക്കും അതിന് അർഹതയില്ല. ഒരാളെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം ഒരാളെ ചെയ്താൽ അയാൾ നമ്മൾ ഹംദ് ചെയ്യുകയില്ല, ശുക്ർ ചെയ്യുകയില്ല. റബ്ബാകട്ടെ
അവന്റെ വിധി നമുക്കുണ്ടായി, അവന്റെ വിധി പ്രകാരം ഒരു കാര്യം നമുക്കുണ്ടായി. നമുക്ക് ആദ്യം തോന്നുന്നത് ശബ്ദമായിട്ടാണ്. എന്താണ് പറയേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രയാസം ഉണ്ടാകുന്ന എന്തെങ്കിലും കാര്യം കണ്ടാ പറയും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ആരുണ്ടിങ്ങനെ? റബ്ബിന്റെ പ്രത്യേകത ഹുവൽ മഹ്മൂദു ഫീ കുല്ലി ഹാൽ, എല്ലാ അവസ്ഥയിലും അവൻ എന്തിനർഹനാണ്? ഹംദിനർഹൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവന് പുറമെ അവനല്ലാതെ ഒരു മുൽതഹദ്, ഒരു അഭയസ്ഥാനം നമുക്കില്ല. വല്ലാഹു തആല ആലം. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്തിൽ പറയുന്നു فاصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. فاصبر نفسك, നിന്റെ നഫ്സിനെ നീ സബറോടെ പിടിച്ചു നിർത്തുക. مع الذين, ഒരു കൂട്ടർക്ക് കൂടെ. ആരാണവർ? യദ്ഊന റബ്ബഹും, തങ്ങളുടെ റബ്ബിനോട് ദുആ ചെയ്യുന്നവർ. ബിൽ ഗദാതി വൽ അശീ, രാവിലെയും വൈകുന്നേരവും. യുരീദൂന വജ്ഹഹു, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് രാവിലെയും വൈകുന്നേരവും അവനോട് ദുആ ചെയ്യുന്ന മുഅ്മിനുകളുടെ കൂടെ നബിയെ താങ്കളുടെ നഫ്സിനെ താങ്കൾ ക്ഷമിച്ച് നിർത്തുക, ക്ഷമയോടെ അവരുടെ കൂടെ നിൽക്കുക, അവരെ ഒഴിവാക്കരുത്. വലാ തഅദു ഐനാക അൻഹും, വലാ തഅദു ഐനാക, താങ്കളുടെ രണ്ട് കണ്ണുകൾ വിട്ടുപോകരുത്. അൻഹും, അവരെ വിട്ടു പോകരുത്. തുരീദു, താങ്കൾ ഉദ്ദേശിച്ചുകൊണ്ട്. സീനത്തൽ ഹയാത്തി ദുനിയ, ഈ ലോകത്തിന്റെ അലങ്കാരങ്ങൾ, അത് ഉദ്ദേശിച്ച് ഈ പാവങ്ങളെ നിന്ന് കണ്ണുവിട്ട് മറ്റുള്ളവരിലേക്ക് പോകരുത്. വലാ തുജഅ, നബിയെ താങ്കൾ അനുസരിക്കരുത്. മൻ അഗ്ഫൽന ഖൽബഹു അൻ ദിക്രിന, മൻ, ഒരാളെ അഗ്ഫൽന, നാം ഗഫ്ലത്തിലാക്കിയിരിക്കുന്നു, അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. ഖൽബഹു, അവന്റെ കൽബിനെ. അൻ ദിക്രിന, നമ്മുടെ ദിക്റിൽ നിന്ന്. ഏതൊരുവന്റെ കൽബിനെയാണോ നാം നമ്മുടെ ദിക്റിൽ നിന്ന് അശ്രദ്ധമാക്കി കളഞ്ഞു, അവനെ നീ അനുസരിക്കരുത്. വത്തബഅ ഹവാഹു, അവൻ എങ്ങനെയുള്ളവനാണ്? വത്തബഅ, അവൻ പിൻപറ്റി ഹവാഹു, അവന്റെ ഹവയെ, അവന്റെ തോന്നിവാസത്തെ. വകാന അംറുഹു, അവന്റെ കാര്യമാകട്ടെ ഫുറുത. ഫുറുത എന്നാൽ എല്ലാം പാഴാക്കി കളഞ്ഞതാണ് അവന്റെ കാര്യം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പാവങ്ങളായ മുഅ്മിനുകളുടെ കൂടെ ഉറച്ചു നിൽക്കാൻ ഉള്ള കൽപ്പനയാണിത്. അല്ലാഹു അങ്ങനെ കൽപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ അംബിയ, അവരിൽ എല്ലാ കാലത്തും അവരിൽ ആദ്യമായി വിശ്വസിച്ചവർ സമൂഹത്തിലെ പാവങ്ങളായിരുന്നു, ദരിദ്രരായിരുന്നു, ദുർബലരായിരുന്നു. വലിയ വലിയ പണവും അതുപോലെ തറവാടും ഒക്കെ ഉണ്ടായിരുന്ന ആളുകൾ പൊതുവെ അവർ ഈമാനിലേക്ക്, ഇസ്ലാമിലേക്ക് വരാൻ അവരാദ്യം മടിച്ചിരുന്നു. ഭൂരിപക്ഷത്തിന്റെ കാര്യമാണ് പറഞ്ഞത്, അല്ലാതെ തീരെ ഇല്ല എന്നല്ല. ആദ്യമായി ഇസ്ലാമിലേക്ക് വന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ വളരെ നേരത്തെ വന്നിട്ടുള്ള അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ഇവർക്ക് നല്ല പണക്കാരായിരുന്നു. പക്ഷേ അവരുടെ എണ്ണം വളരെ കുറവായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലയുമായി, സന്ദേശവുമായി ഒരു സഹാബി ദിഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹു എന്ന സഹാബി, അത് ഹെറഖൽ എന്ന രാജാവിന്റെ അടുത്തേക്ക് ചെന്നു. ഹെറഖൽ എന്ന റോമാ സാമ്രാജ്യത്തിലെ ഒരു രാജാവാണ്, നസ്രാനിയായിരുന്നു അയാൾ. അവിടെ ഉണ്ടായിരുന്ന, അന്ന് കാഫറായിരുന്ന അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, അബൂ സുഫിയാനോട് ചില ലക്ഷണങ്ങൾ ചോദിച്ചു ആദ്യം നബിയെക്കുറിച്ച്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ചോദിച്ച ചോദ്യങ്ങളിലൊന്ന്, ആരാണ് ഈ നബി എന്ന് പറയുന്ന ആളെ പിൻപറ്റുന്നവരിൽ ഭൂരിപക്ഷം? ജനങ്ങളിലെ വലിയ വലിയ ആളുകളാണോ, അതല്ല ദുഅഫാണോ, അവരുടെ ദുർബലരാണോ? അപ്പൊ അബൂ സുഫിയാൻ പറഞ്ഞു ദുഅഫാണ്, അവരുടെ ദുർബലരാണ്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഹെറഖൽ. എന്നിട്ട് പിന്നീട് ഹെറഖൽ പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചോദിച്ചല്ലോ, ആ നബി എന്ന് പറയുന്ന ആളെ പിൻപറ്റുന്ന അവരാരാണ്? നിങ്ങൾ പറഞ്ഞു ദുർബലരാണ്. അതെ, കദാലിക റസൂൽ. അങ്ങനെ അള്ളാഹുവിന്റെ നബിമാരെങ്ങനെയായിരുന്നു, അവരുടെ അനുയായികൾ എങ്ങനെയായിരുന്നു? പണ്ടുകാലം മുതലേ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട്, മുമ്പുള്ള നബിമാരോട് ആളുകൾ പറഞ്ഞത് കാണാം. വലിയ പണക്കാരും വലിയ വലിയ ഏമാന്മാരും പറഞ്ഞു, ഇവരെ ഒഴിവാക്കണം,
ഇവരുടെ കൂടെ ഞങ്ങളെക്കാൾ മുന്നേ ഇവർ വന്നിട്ട് ഞങ്ങൾ വരിക, അത് പറ്റൂല എന്നവർ പറഞ്ഞിരുന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എനിക്ക് പറ്റുകയില്ല അവരെ ഒഴിവാക്കാൻ, പാടില്ല. അള്ളാഹുവിന്റെ അമ്പിയ എല്ലാം അവരിൽ അധിക പേരും പറഞ്ഞ ഒരു വാക്കാണിത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുശ്രിക്കുകൾ ഒരിക്കൽ വന്ന് പറഞ്ഞു. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു വളരെ നേരത്തെ ഇസ്ലാം സ്വീകരിച്ച മഹാനായ സഹാബിയാണ്. വളരെ ചെറിയ പ്രായമായിരുന്നു അദ്ദേഹത്തിന്, 20 വയസ്സേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് മുസ്ലിമാകുന്നത്. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുന്നാ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 6 നഫരിൻ. ഞാൻ ഓർക്കുന്നു, നബിയുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്ന കാലം ഞങ്ങളാകെ 6 പേരാണ് ഉണ്ടായിരുന്നത് മുസ്ലിങ്ങളായി. അങ്ങനെ ഫഖാല മുശ്രികൂൻ ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗലാഇ ലാ യജ്തരിമൂന അലൈനാ. മുശ്രിക്കുകൾ പറഞ്ഞു, ഇതാ ഇവരുമായി ഞങ്ങൾ ശരിയാവുകയില്ല, അവരെ നിങ്ങൾ ഒഴിവാക്കണം. അവര് ഞങ്ങളോട് സംസാരിക്കുക, നമ്മളോട് ഒച്ചയിടുക, നമ്മൾ മുസ്ലിങ്ങളായ നമ്മൾക്ക് ഒരുപോലെ ആവുമല്ലോ, അത് പറ്റൂല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൽ കാണാം അവരെ ഒഴിവാക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞത്രേ, അതിനൊരു കാര്യം ചെയ്യും, ഞങ്ങൾ വരുമ്പോ അവർ പാടില്ല, അവരുള്ളപ്പോ ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞു. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വകുന്തു അന വഇബ്നു മസ്ഊദ്, ഞാനുണ്ടായിരുന്നു, ഇബ്നു മസ്ഊദ് ഉണ്ടായിരുന്നു, വറജുലുൻ മിൻ ഹുദൈൽ ഗോത്രക്കാരനായ വേറൊരാളുണ്ടായിരുന്നു, ബിലാൽ ഉണ്ടായിരുന്നു, വറജുലാനി നസീതു ഇസ്മൈഹിമ, വേറെ 2 പേരുടെ പേര് ഞാൻ മറന്നുപോയി, അത് ഖബ്ബാബും അമ്മാറുമായിരുന്നു റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഫവഖഅ ഫീ നഫ്സി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഷാ അല്ലാഹു അൻ യഖഅ. അപ്പോൾ നബിയുടെ മനസ്സിൽ എന്തോ തോന്നി, ചെറുതായി. എന്ത് തൽക്കാലം എന്തിനു വേണ്ടിയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ ഈ ഖുറൈശികളുടെ സാദാത്തുകളായ അവരുടെ നേതാക്കന്മാരായ ആളുകൾ ഇസ്ലാമിലേക്ക് അങ്ങനെയെങ്കിലും വന്നാലോ എന്ന് വിചാരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൽക്കാലം ഇവരുടെ സദസ്സെങ്കിലും, അവർക്ക് വേറൊരു സദസ്സ് അങ്ങനെയെങ്കിലും ആക്കാൻ നബിക്ക് തോന്നിപ്പോയി. ഫഅൻസലല്ലാഹു അസ്സ വജൽ, അപ്പോൾ അതാ അല്ലാഹു അവതരിപ്പിച്ചു ഇതുപോലത്തെ ആയത്ത്, വലാ തഖുറുദിൽ ലദീന യദ്ഉന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദുന വജ്ഹ. രാവിലെയും വൈകുന്നേരം റബ്ബിനോട് ദുആ ചെയ്യുന്ന ഈ മുഅ്മിനുകളെ അവരെ നീ ആട്ടിപ്പായിക്കുക. അതുപോലത്തെ ആയത്താണ് ഈ ആയത്തിൽ വന്നിട്ടുള്ളത്. ഈ ആയത്തിൽ അതുപോലത്തെ കാര്യമാണ് വന്നിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅൻ ഉജാലിസ ഖൗമൻ യദ്കുറൂന അല്ലാഹ മിൻ സ്വലാത്തിൽ ഗദാതി ഇലാ തുലൂഇ ശംസ്. ഇവിടെ അല്ലാഹു നിസ്കരിക്കുന്നവരുടെ, അല്ലാഹുവോട് ദുആ ചെയ്യുന്നവരുടെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞല്ലോ. അല്ലാഹുവിന്റെ ദിക്റും ദുആയും ചെയ്യുന്ന ആളുകളുടെ കൂടെ ഇരിക്കുക. എന്തിന്? അതുപോലെ അവർ ചെയ്യുന്ന അതേപോലെയുള്ള പ്രവൃത്തി ചെയ്യാൻ. അത് വളരെ ഹൈറായ ഒരു പ്രവൃത്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂര്യൻ ഉദിച്ചത് സുബ്ഹ് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ആളുകളുടെ കൂടെ ഇരിക്കും. അതുപോലെ അസ്ർ മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നവരുടെ കൂടെ ഇരിക്കൽ, അതാണ് അഹബ്ബു ഇലയ്യ മിൻ റജബ തമാനിയത മിൻ വലദി ഇസ്മാഈൽ. ഇസ്മാഈലിന്റെ മക്കളിലെ 8 അടിമകളെ മോചിപ്പിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടമല്ല. അത് അറബികളിൽപ്പെട്ട അടിമകളെ മോചിപ്പിക്കുക, അവർക്ക് വലിയ വില ഉണ്ടാവും. അവരെ അങ്ങനെയുള്ള 8 അടിമകളെ മോചിപ്പിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടമാണത് എന്ന് പറഞ്ഞാൽ, ഒരു അടിമക്ക് റസൂലുള്ള പറഞ്ഞു, ഒരടിമക്ക് 12,000 വിലയാണെന്ന്. അപ്പോ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന, ദുആ ചെയ്യുന്ന ആളുകളുടെ കൂടെ ഇരുന്ന് അള്ളാഹുവിനെ ദിക്റും ദുആയും ചെയ്യുക. ചില ആളുകൾ ഇത് തെറ്റായി മനസ്സിലാക്കി. സൂഫികൾ അവരുടെ ദിക്ർ എന്ന് ദിക്ർ ഹൽഖ, ഒരാൾ ചൊല്ലിക്കൊടുക്കും, മറ്റുള്ളവരെ ഏറ്റുചൊല്ലും. ഒരാള് പക്ഷത്തിൽ ദുആ ചെയ്യും, ബാക്കിയുള്ളവർ ആമീൻ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് പഠിപ്പിക്കാത്ത സന്ദർഭങ്ങളിൽ അത് പ്രത്യേകമാക്കി ചെയ്യും. ദിക്ർ ഒരാൾ ചൊല്ലിക്കൊടുക്കും, ബാക്കിയുള്ളവരെ ഏറ്റുചൊല്ലും. ഇത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പഠിപ്പിക്കാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ഒരിക്കലും ചെയ്യാത്തതാണ്. മറിച്ച് അങ്ങനെയല്ല, ദുആ ചെയ്യുന്ന ദിക്ർ ചെയ്യുന്ന ആളുകൾ ഒരു മസ്ജിദിൽ ഇരിക്കുന്നു, അവരുടെ കൂടെ അവരെ പോലെ ഇരുന്ന് അള്ളാഹുവിനെ ദിക്റും ദുആയും ചെയ്യുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് പഠിപ്പിച്ചത്. അതുപോലെ ദിക്റിന്റെ ഹൽഖ എന്ന് പറഞ്ഞാൽ ഹദീസിൽ ദിക്റിന്റെ ഹൽഖകൾക്ക് ശ്രേഷ്ഠത വന്നിട്ടുണ്ട്. എന്താണ് അവിടുത്തെ ദിക്ർ ഹൽഖ? ഇതാണ്
അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുന്ന സദസ്സുകൾ, അള്ളാഹുവിന്റെ ദീൻ സംസാരിക്കുന്ന സദസ്സുകൾ, അത് അള്ളാഹു വലിയ ഫضل നൽകിയിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ ഈ മജ്‌ലിസ് അതിന് ഈ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഫضل നൽകുമാറാകട്ടെ. ആമീൻ. അള്ളാഹു പറയുന്നു, വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയ. ദുനിയാവിലെ അലങ്കാരം ഉദ്ദേശിച്ച് നിന്റെ കണ്ണുകളെ നീ അവരിൽ നിന്ന് മാറ്റി മറ്റുള്ളവരിലേക്ക് നീ നോക്കരുത്. വലാ തുതി' മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ. നമ്മുടെ ദിക്റിൽ നിന്ന് ഖൽബ് ഗഫലത്തിലാക്കിയവനെ നീ നബിയെ തങ്ങൾ അനുസരിക്കരുത് എന്ന് പറഞ്ഞാൽ അവന്റെ അവസ്ഥ എന്താണ്? വത്തബഅ ഹവാഹു, അവനവന്റെ ഹവ പിൻപറ്റി. വകാന അംറുഹു ഫുർത്താ. ഇബ്നു കസീർ പറഞ്ഞു, ഇതാരാണ്? നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക, നമ്മൾ ഇങ്ങനെയാണോ എന്ന് ആലോചിക്കുക. ശുഗില അനിദ്ദീനി വഇബാദത്തി റബ്ബിഹി ബിദ്ദുനിയാ. ആരാണ് അനുസരിക്കുന്നത് എന്ന് പറഞ്ഞത്? അവൻ തന്റെ ദീനിൽ നിന്ന്, റബ്ബിനുള്ള ഇബാദത്തിൽ നിന്ന് അവൻ ശുഗലായിപ്പോയി. ഏതുകൊണ്ട്? ദുനിയാവുമായിട്ട്. ദുനിയാവിൽ അവൻ ശുഗലാണ്. അള്ളാഹു അവനെ പടച്ചത് റബ്ബിനെ ഇബാദത്ത് ചെയ്യാനാണ്. റബ്ബ് അവന്റെ റിസ്ക് ഏറ്റെടുത്തിട്ടുണ്ട്. وما خلقت الجن والانس الا ليعبدون. ما اريد منهم من رزق وما اريد ان يطعمون ان الله هو الرزاق ذو القوة المتين. ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞ ഉടനെ അള്ളാഹു റിസ്കിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോ അള്ളാഹു ഫർദാക്കിയ, വാജിബാക്കിയ നിസ്കാരം നമസ്കരിക്കാൻ വരുന്നില്ല. മസ്ജിദിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നുണ്ട്. മസ്ജിദിൽ നിന്ന് ബാങ്ക് അവന്റെ ചെവിയിൽ വന്നിരിക്കുന്നു. കച്ചവടത്തിനാണ്, ജോലിക്കാരൻ കച്ചവടത്തിനാണ്. അത്ര വലിയ തെറ്റാണ് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ മസ്ജിദിൽ നിന്ന് ഹയ്യ അലൽ സ്വലാത്ത് കച്ചവടം ചെയ്യാം. ഒരു ലാഭം അതുകൊണ്ട് ഉണ്ടാവില്ല. ആ സമയത്തുള്ള കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവും. അള്ളാഹുവിനെ വേണ്ടി അത് ഒഴിവാക്കിയാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു റിസ്കിൽ ബർക്കത്ത് നൽകും. ബർക്കത്ത് കിട്ടലാണ് കാര്യം, കുറെ ഉണ്ടാവലെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്തു. اللهم أكثر ماله وولده وبارك له فيما أعطيته. അല്ലാഹു അനസിന് നീ സമ്പത്തും മക്കളും ഒരുപാട് കൊടുക്കണേ, ആ കൊടുത്തതിന് നീ ബർക്കത്ത് കൊടുക്കണേ. കുറെ ഉണ്ടാകാൻ ദുആ ചെയ്ത് നിർത്തിയോ? ഇല്ല, ബർക്കത്ത് കൊടുക്കാൻ ദുആ ചെയ്യും. ബർക്കത്തില്ലാതെ കെത്രത്ത് കൊണ്ട് കാര്യമില്ല, ഒന്നിനും തികയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കല്ലദീ യഅകുൽ വലാ യശ്ബഅ. തിന്നിട്ട് വയറിനറിയാത്തവനെ പോലെയാണ് അവന്റെ അവസ്ഥ. അനസ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചിട്ട് 100-ലധികം വർഷം ജീവിച്ചു. മക്കളും മക്കളുടെ മക്കളും ഒക്കെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് തോട്ടങ്ങളുണ്ട്. ആളുകളുടെ തോട്ടമൊക്കെ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ കായ്ക്കുള്ളൂ. എന്റെ തോട്ടം വർഷത്തിൽ 2 തവണ കായ്ക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ അല്ലാഹു സ്വീകരിച്ചു കൊടുത്തിട്ടുള്ള ബറക്കത്ത്. അല്ലാഹു ബറക്കത്ത് നൽകിയാൽ അങ്ങനെയാണ്. അല്ലാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. واتبع هواه وكان امره فرطا. തന്റെ ഹവയെ പിൻപറ്റി അവന്റെ കാര്യം ഫുറുത്തായിരിക്കുകയാണ്. അവന്റെ കാര്യം ഫുറുത്താണ് എന്ന് പറഞ്ഞാൽ അഅമാലുഹു വഅഫ്ആലുഹു സഫഹും വതഫ്രീതും വദയാ. അവന്റെ കാര്യമെല്ലാം ഒന്നിനും കൊള്ളാത്തതാണ്, വിട്ടിത്തമാണ്. അവന്റെ കാര്യം അങ്ങനെ ആയിരിക്കുന്നു. അവന് ഈ ലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്ന ഒരു അമലും അവനില്ല. അങ്ങനെയുള്ളവരെ നീ അനുസരിക്കണം. മറിച്ച് ഈ മുഅ്മിനുകൾ, പാവങ്ങളായ മുഅ്മിനുകളുടെ കൂടെ നീ ഉറച്ചു നിൽക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറയും. വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും വഖുലിൽ ഹഖ്ഖു. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വളരെ മോശമായ മജ്‌ലിസുകളാണ് പണക്കാരെ മാത്രം ക്ഷണിക്കുന്ന, സാധുക്കളെ ക്ഷണിക്കാത്ത മജ്‌ലിസുകൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബ റളിയല്ലാഹു അൻഹു അവരൊക്കെ സാധുക്കളോട് ഇണക്കം കാണിക്കുന്നവരായിരുന്നു. അള്ളാഹു ദുആ ചെയ്യാൻ, അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു. اللهم إني أسألك فعل الخيرات وترك المنكرات وحب المساكين. الله എനിക്ക് തരണേ ഫിഅൽ الخيرات, ഖൈറായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തൗഫീഖ് തരണേ. وترك المنكرات, വെറുക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കാൻ തൗഫീഖ് തരണേ. وحب المساكين, മിസ്കീനുകളോട് സാധുക്കളോട് എനിക്ക് ഹുബ്ബ് തരണേ. മക്കളെ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ്. അവരോട് അടുപ്പം കാണിക്കുക, അവരോട് ഇണക്കം കാണിക്കുക. വലിയ വലിയ ആളുകളോട് മാത്രമല്ല, എല്ലാവരോടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അങ്ങനെയായിരുന്നു. അനസ് റളിയല്ലാഹു സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ പറയുന്നുണ്ട്,
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയം എത്രയായിരുന്നു എന്നാൽ മദീനയിലെ ഒരു ജാരിയ, ഒരു അടിമപ്പെണ്ണ, അവരുടെ ആവശ്യത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ വേണ്ടി വന്നാൽ അവർക്ക് ചെയ്യാൻ സാധിക്കും. ഒരു പെൺകുട്ടി, അടിമയായ ചെറിയ പെൺകുട്ടി, അവരുടെ വല്ല ആവശ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൈ പിടിച്ച് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രത്തോളം വിനയവും സാധുക്കളായ ആളുകളോട് അടുപ്പവും കാണിച്ചിരുന്നു. അതാണ് ഖൈറുള്ളത്. ചില മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്, ജാലസ്തു അലഖനിയ, ഞാൻ പണക്കാരുടെ കൂടെ പറയാൻ നടന്നു. എനിക്കെന്താണ് ഉണ്ടായത്? അവരുടെ കൂടെ ഇരുന്നപ്പോഴെല്ലാം എനിക്ക് മനസ്സിന് പ്രയാസമുണ്ടായിരുന്നു. കാരണം അവർ നല്ല നല്ല വസ്ത്രം ധരിച്ചു വരും, നല്ല നല്ല വാഹനത്തിൽ വരും, നല്ല ഇതൊക്കെ കാണുമ്പോൾ എന്തുണ്ടാവും? മനസ്സിന് കമ്മുണ്ടാവും. ഞാൻ സാധുക്കളുടെ കൂടെ ഇരുന്നു, എനിക്ക് ഖൈറാണ് ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ തന്ന നിഅമത്ത് എനിക്ക് ഓർമ്മ വന്നു. ഇങ്ങനെ ഒരുപാട് ഖൈർ മിസ്കീനുകളോടുള്ള ഹുബ്ബ് കൊണ്ട് നമുക്ക് ഉണ്ടാവും. ഫഖൂലിൽ ഹഖ്ഖു മിൻ റബ്ബിക്കും, നീ പറയുക അൽ ഹഖ്ഖു മിൻ റബ്ബിക്കും, ഇത് നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള ഹഖാവും. ഫമൻ ശാഅ ഫലയുമിൻ വമൻ ശാഅ ഫലയക്ഫുർ. ഫമൻ ശാഅ, ആരുദ്ദേശിക്കുന്ന ഫലയുമിൻ, അവൻ വിശ്വസിക്കട്ടെ. വമൻ ശാഅ, ആരുദ്ദേശിക്കുന്ന അവൻ കാഫിറായിക്കോട്ടെ. എന്ന് പറഞ്ഞാൽ എന്താണിത്? വേണ്ടവന് കാഫിറാകാം, വേണ്ടവന് മുസ്ലിം ആകാം എന്നാണ്? അല്ല. ഇബ്നു കസീർ പറയുന്നു, ഹാദാ മിൻ ബാബി തഹ്ദീദ് വൽ വഈദ് ശദീദ്, കടുത്ത താക്കീതാണ്, കടുത്ത താക്കീതാണ്. എന്ത്? ചില ആളുകൾ കുത്തിയിരിക്കും വരും, നിങ്ങൾക്ക് നിങ്ങളുടെ വന്ന മനുഷ്യണ്ടാവും, എല്ലാവർക്കും സ്വാതന്ത്ര്യം. കടുത്ത താക്കീതാണത്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നാണത്. പൊറാറ്റാണ്, അവരുടെ ദീനിൽ നിന്നുള്ള നമുക്ക് ബന്ധമില്ല എന്ന് പറയലാണ്. മനുഷ്യർക്ക് സ്വാതന്ത്ര്യമില്ല, അവർക്ക് ഇഷ്ടമുള്ള വിശ്വാസം സ്വീകരിക്കാം. എങ്ങനെ സ്വാതന്ത്ര്യം വെച്ചാൽ നമ്മളൊക്കെ അള്ളാഹിന്റെ അടിമകളാണ്. നമ്മളൊന്നും സ്വതന്ത്രരല്ല, അള്ളാഹുവിന്റെ അടിമകളാണ്, അള്ളാഹുവിന്റെ അഗതികളാണ് നമ്മളെല്ലാവരും. അള്ളാഹുവിന്റെ ദീൻ ഇസ്ലാം, അതിൽ വിശ്വസിക്കാതിരിക്കാൻ ഒരാൾക്കും ഒരു ന്യായവുമില്ല, ഒരു സ്വാതന്ത്ര്യവുമില്ല. റബ്ബാണ് അവനെ പഠിച്ചത്. റബ്ബ് കൊടുത്തതല്ലാതെ ഒന്നും അവന്റെ കയ്യിലില്ല. അവന്റെ ശ്വാസം നിയന്ത്രിക്കുന്ന റബ്ബാണ്, അവന്റെ കൽബ് റബ്ബിന്റെ കയ്യിലാണ്. എന്നിട്ട് അവനെ റബ്ബിന്റെതല്ലാത്ത ദീൻ സ്വീകരിക്കും പാടില്ല. റബ്ബ് ഒരു റസൂലിനെ അയച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിനെ വിശ്വസിക്കൽ ഓരോ പടപ്പിന്റെയും ബാധ്യതയാണ്. ജിന്നാകട്ടെ, ഇൻസാകട്ടെ, യഹൂദിയാകട്ടെ, നസ്രാനിയാകട്ടെ, ആരാകട്ടെ, ഈ ദീനിലേക്ക് വരാൻ ബാധ്യതയാണ്. വമൻ ശാഅ ഫലയുമിൻ വമൻ ശാഅ ഫലയക്ഫുർ എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള മുഅ്മിനായിക്കോട്ടെ, ഇഷ്ടമുള്ള കാഫിറായിക്കോട്ടെ എന്നല്ല, മറിച്ച് തഹ്ദീദാണ്. വേണ്ടവനാകാം, വേണ്ടവന് കാഫിറാകാം, പക്ഷെ അതിന്റെ ശിക്ഷ വരാനുണ്ട്. ഇന്നാ അഅതദ്നാ ലിൽളാലിമീന നാറൻ അഹാത ബിഹിം സുറാദിഖുഹാ വയസ്തഗീഥു യുഗാഥു ബിമാഇൻ കൽമുഹ്ലി യശ്വി الوجوه ബിഅ്സ الشراب وساءت مرتفقا. ഇന്ന അഅതദ്നാ, തീർച്ചയായും നാം ഒരുക്കി വെച്ചിരിക്കുന്നു ലിൽളാലിമീന, ആക്രമികൾക്ക്, നാറൻ, നരകം. എങ്ങനത്തെ നരകമാണത്? അഹാത ബിഹിം, അവരെ മൂടിയിരിക്കുന്നു, സുറാദിഖുഹാ, അതിലെ ചുമരുകൾ, നരകത്തിലെ ചുമരുകൾ. അവർക്ക് പുറത്തു കടക്കാൻ പറ്റാത്ത ജയിലാണ് നരകം. വയസ്തഗീഥു, അവരവിടെ ഇസ്തിഗാസ തേടിയ, ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ഗൈസ് തേടിയ. ഇസ്തിഗാസ എന്നതിന് രണ്ടർത്ഥം, ഒന്ന് സഹായം തേടുക, ഒന്ന് വെള്ളം തേടുക. ഗൗസ് ചോദിക്കലും ഗൈസ് ചോദിക്കലും രണ്ടും ഇസ്തിഗാസയാണ്. ഗൗസ് എന്നാൽ സഹായം, ഗൈസ് എന്നാൽ വെള്ളം. ഇവിടെ വെള്ളം ചോദിക്കുക എന്നാണ് അർത്ഥം. വഇൻ യസ്തഗീഥു, നരകത്തിലെ കഠിനമായ ചൂട് കൊണ്ട് അവർ വെള്ളം ചോദിച്ചാൽ യുഗാഥു, അവർക്ക് വെള്ളം നൽകപ്പെടും. എങ്ങനത്തെ വെള്ളമാണ്? ബിമാഇൻ കൽമുഹ്ലി, മുഹ്ൽ പോലെയുള്ള വെള്ളം. കറുകറുത്ത ഏതെങ്കിലും ലോഹം തീയിൽ ഉരുക്കിയാൽ എങ്ങനെ ഉണ്ടാകും? ഏറ്റവും വൃത്തികെട്ട പാനീയം, അതാണ് മുഹ്ൽ പോലെയുള്ള പാനീയം എന്ന് പറഞ്ഞത്. അതിന്റെ പ്രത്യേകത യശ്വിൽ വുജൂഹ്, മുഖങ്ങളെ കരിച്ചു കളയും എന്ന് പറഞ്ഞാൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഇദാ അറാദൽ കാഫിറു അൻ യശ്റബഹു, കാഫിർ അത് കുടിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു, വഖറബഹു മിൻ വജ്ഹിഹി, അവന്റെ മുഖം ആ പാനീയത്തോട് അടുപ്പിച്ചാൽ ശവാഹു, കുടിക്കണ്ട, അതിലേക്ക് മുഖം അടുപ്പിച്ചാൽ തന്നെ അവന്റെ മുഖത്തെ അത് കരിച്ചു കളയും. യുസ്ലിതു ജിൽദ വജ്ഹിഹി, അതോടെ അവന്റെ മുഖത്തെ തൊലി അത് പറഞ്ഞ് അതിലേക്ക് വീഴുന്ന. അഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുന്നതാണ്. യസ്വിൽ വുജൂഹ്, മുഖങ്ങളെ കരിച്ചു കളയുന്ന
നരകത്തിലെ തീയാണ് അവർക്കുള്ളത്. ബിഅ്സ ശറാബ്, എത്ര മോശമായ ശറാബാണ്, പാനീയമാണ്. വസാഅത് മുർതഫഖ, എത്ര മോശമായ സങ്കേതമാണത്. അല്ലാഹു നമ്മെ ആ നരകത്തിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു തആല അലം വസല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.